ആമേൻ. കർത്താവിന് മഹത്വം. ഈ സന്ധ്യാസമയം ഈ സൂമിലൂടെ ബൈബിൾ സ്റ്റഡിക്ക് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ദൈവദാസന്മാരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഗുഡ് ന്യൂസ് ബൈബിൾ സ്റ്റഡിയുടെ ഒരു സീരീസ്, അത് ഇന്ന് മൂന്നാമത്തെ ബൈബിൾ ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ഡോക്ടർ ബാബു ജോൺ വേട്ടമല, അദ്ദേഹമാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. ചില വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ UK വെച്ച് ഞാൻ ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച് കാണുകയും അദ്ദേഹത്തിന് നൽകിയ ദൈവവചന വ്യാഖ്യാന സംബന്ധമായിട്ടുള്ള വലിയൊരു കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കുറെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവവചന വ്യാഖ്യാനത്തെ സംബന്ധിച്ചുള്ള ഇത്രയും അറിവുകൾ അദ്ദേഹത്തിനുള്ളത് വരും തലമുറയ്ക്ക് കൈമാറാൻ പുസ്തക രൂപത്തിലോ അത് എങ്ങനെയെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം പിന്നീട് നാളുകൾ അങ്ങനെ ഒരു ബന്ധം അല്ലെങ്കിൽ ഫോണിലൂടെയോ മറ്റോ അങ്ങനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ വളരെ നമുക്ക് പ്രയോജനവും, പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ ദൈവവചനം തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടം, അത് നൂറ്റാണ്ടുകളായി നാം അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, മറ്റേത് പുസ്തകത്തെക്കാളും നിരവധി വ്യാഖ്യാനങ്ങൾ ബൈബിൾ സംബന്ധമായിട്ട് ഇന്ന് നിലവിലുണ്ട് എന്നുള്ളത്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് ശരിക്കും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ധാരാളം വ്യാഖ്യാനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാറ്. വ്യാഖ്യാന ശാസ്ത്രം, ഹെർമനറ്റിക്സ്, അതില് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അക്കാലത്തെ അല്ലെങ്കിൽ കാലഘട്ടത്തിലെ ചരിത്രപരമായിട്ടുള്ള സന്ദർഭങ്ങളും സംസ്കാരം, തത്വശാസ്ത്ര ചിന്തകൾ പലതും അതിന് അടിസ്ഥാനപരമായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത് വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. എല്ലാറ്റിനും ഉപരി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിലാണ് ദൈവത്തിന്റെ ദാസന്മാർ ആ നിയോഗം പ്രാപിച്ച് ഈ പുസ്തകം വിവിധ ഇടങ്ങളിൽ വെച്ച് എഴുതിയപ്പോൾ ദൈവം എന്തർത്ഥമാക്കുന്നോ ആ അർത്ഥം നാം ഗ്രഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെ ദൈവവചനം വ്യാഖ്യാനിക്കുവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം, ഏത് ഭാഷയിൽ എഴുതിയോ ആ ഭാഷയിൽ നിന്നുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. എബ്രായ ഭാഷയോ ഗ്രീക്ക് ഭാഷയോ ഒന്നും എല്ലാം നമുക്ക് നല്ലൊരു പങ്ക് പാസ്റ്റർമാർക്ക്, ഞാൻ ഉൾപ്പെടെ, അത് ആ ഭാഷ പഠിച്ചിട്ട് ഈ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് വളരെ അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ്. എങ്കിലും നമ്മൾ മറ്റു പല പുസ്തകങ്ങളും ആ ഗ്രീക്കിൽ ഇന്നതാണ് അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ ഇങ്ങനാണ് എന്ന് പല ഡിക്ഷണറികളോ അല്ലെങ്കിൽ നെറ്റിലൊക്കെ നോക്കി നമ്മൾ പലതും അത് അങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിച്ച് തന്നെ അത് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറ്. കർത്താവിദാസൻ ബാബു ജോൺ പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എബ്രായ ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ട്. ദൈവവചന സംബന്ധമായി അതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റുകൂടാതെ അത് വ്യാഖ്യാനിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളും അതിന് നമ്മെ സഹായിക്കുന്ന ഈ പഠന പരമ്പരയും അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം തന്നെയാണ്. നമുക്ക് ലഭിക്കുന്ന ഈ പരിമിതമായ സമയത്തിനുള്ളിൽ അദ്ദേഹം ശാരീരികമായിട്ട് ചില വെല്ലുവിളികൾ, ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ട് എങ്കിലും കർത്താവിന്റെ വേലയും ദൈവനാമത്തെയും സ്നേഹിച്ച് അദ്ദേഹം ഈ ക്ലാസ്സിലും വന്ന് നമ്മോട് സംസാരിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിന്റെ സമയമാണ്. ദൈവവചനം ശരിക്കും മനസ്സിലാക്കാനുള്ള, നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ നാം ഗ്രഹിക്കേണ്ട സമയങ്ങൾ കൂടെയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രത്യേകിച്ച്
കർത്താവിന്റെ ദാസനെ ഞാൻ വിശേഷാൽ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള സമയം അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുവാനുള്ള സമയം ഞാൻ വേർതിരിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് സ്തോത്രം. എല്ലാവർക്കും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യാമോ? സകല ലോകത്തിന്റെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടാൻ ആ ധന്യവും നിസ്തുല്യവുമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഗുഡ് ന്യൂസ് ഫാമിലി ഇന്നത്തെ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന കഥ ചാപ്റ്റർ, ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീത ദേവദാസൻ, പ്രാർത്ഥിച്ച ദൈവമക്കൾ, പാട്ടുപാടിയവര്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ക്ലാസ്സിന് ഇരിക്കുന്ന ദൈവമക്കൾ, എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ദൈവം നീ വീണ്ടും നമ്മളെ സഹായിക്കാൻ നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരു കാര്യം മുഖവരയായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. നമ്മുടെ ഈ പരമ്പര എന്ന് പറയുന്നത് ഇത് ഒരു ബൈബിൾ സ്റ്റഡി അല്ല. അങ്ങനെ എന്തോ ഒരു ധാരണ ഇതിന്റെ ഓർഗനൈസേഷന്റെ പോലും അവരുടെ മകൾക്ക് മനസ്സിലാക്കി കയറിപ്പോയി. അതെങ്ങനെ വന്നുള്ളൂ എനിക്കറിയത്തില്ല. ഞാൻ സി വി മാസ്റ്ററുമായിട്ട് ഈ കാര്യം സംസാരിച്ചപ്പോൾ തിരുവെഴുത്തും വ്യാഖ്യാന തെറ്റുകളും എന്ന ടൈറ്റിൽ പറഞ്ഞത്. ഗുഡ് ന്യൂസ് അതിനെ പറ്റി പരസ്യം എഴുതിയിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. റൈറ്റപ്പ് എഴുതിയിട്ടപ്പം തിരുവെഴുത്തും വ്യാഖ്യാന തെറ്റുകളും എന്ന് തന്നെയാണ്. പക്ഷെ പിന്നീടുള്ള അഡ്വർടൈസ്മെന്റ് മെറ്റീരിയലില് ഗുഡ് ന്യൂസ് ബൈബിൾ സ്റ്റഡി ടോപ്പിക്സ്, ഗുഡ് ന്യൂസ് ബൈബിൾ സ്റ്റഡി എന്താ ടോപ്പിക്സ്, ഗുഡ് ന്യൂസ് ബൈബിൾ സ്റ്റഡി. ഞാൻ ഈ ഹോട്ട് ഡെസ്കിലിരിക്കുന്നത്, ചെയറിലിരിക്കുന്നത് ബൈബിൾ പഠിപ്പിക്കാനല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ആ അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചതും ക്ലാസ് തുടങ്ങിയത്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കാത്ത വേറൊരർത്ഥം എങ്ങനെയോ വന്നുപോയി. അതെങ്ങനെ വന്നു എനിക്കറിയത്തില്ല. ആരെങ്കിലും ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതല്ല, പക്ഷെ അങ്ങനെ വന്നുപോയി. അപ്പൊ പിന്നെ ഇതെന്തുവാ? തിരുവെഴുത്ത് നാം പൊരുൾ തിരിക്കുമ്പോൾ തെറ്റുണ്ടാകും. അതെന്തുകൊണ്ടാണ് തെറ്റുണ്ടാകുന്നത്? അല്ലെങ്കിൽ അത് എങ്ങനെയാ തെറ്റുണ്ടാകുന്നത്? ആ തെറ്റ് എന്തൊക്കെയാ? ഇതാ പറയുന്നത്. അപ്പൊ ബൈബിൾ സ്റ്റഡി അല്ല. ചില ബൈബിൾ സ്റ്റഡി ആണെന്നുകൊണ്ട് ഒരു മെസ്സേജ് ഒക്കെ കേൾക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുന്നത്. ഞാൻ അന്ന് മെസ്സേജ് ഒന്നും പറയാൻ വന്നിട്ടുമില്ല ഇവിടെ. അത് ആദ്യമേ മനസ്സിലാക്കണം. ഇതൊരു അവയർനെസ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ബിൽഡിംഗ് ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, വിദേശ യൂണിവേഴ്സിറ്റികളൊക്കെ കേരളത്തിൽ വന്ന് ക്യാമ്പസിൽ പോയിട്ട് അവരുടെ MBA പ്രോഗ്രാമിനെ പറ്റി, അവരുടെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിനെ പറ്റി, അവരുടെ മറ്റ് പ്രോഗ്രാമിനെ പറ്റിയുള്ള ക്യാമ്പസുകൾ പോയി ഇങ്ങനെ പറയത്തില്ലേ, അപ്പം ഞങ്ങളുടെ MBA പ്രോഗ്രാം ഇങ്ങനെയാണ്, അതിൻ്റെ സിലബസ് ഇങ്ങനെയാണ്, അതിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്, ഫാക്കൽറ്റി ഇതാണ്, ഇതെല്ലാം പറയത്തില്ലേ. അപ്പൊ ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് എന്താ എനിക്കൊന്ന് ജോയിൻ ചെയ്യാൻ കൊള്ളാമല്ലോ എന്ന് തോന്നി അവർ പോയി ആ MBAക്ക് ജോയിൻ ചെയ്യും. അവിടെ ചെല്ലുമ്പോഴേ ആ സിലബസ് പഠിപ്പിക്കുന്നത്. ഇവിടെ ആ കോഴ്സിനെ പറ്റി പറയുക, അല്ലാതെ കോഴ്സ് പഠിപ്പിക്കുകയല്ല. ഞാൻ ഇവിടെ ഈ 5 ക്ലാസ്സുകൾ, ഇന്ന് ഉൾപ്പെടെ 3 ക്ലാസ്സുകളുണ്ട്. അതിൽ ഞാൻ ഒന്നും പഠിപ്പിക്കുന്നില്ല. ഞാനൊരു അവയർനെസ് ക്യാമ്പയിൻ നടത്തുക. എന്താ അവയർനെസ്? ഇതിനെ പറ്റിയുള്ള അവയർനെസ് ആ വേദപുസ്തകം പൊരുൾ തിരിക്കുമ്പോൾ തെറ്റുണ്ടാകുന്നു. എന്താണ് തെറ്റുകൾ? എന്തുകൊണ്ടാണ് തെറ്റുകൾ? അതെങ്ങനെ അഡ്രസ് ചെയ്യാം? അതിനെപ്പറ്റി പറയുക. നിങ്ങൾക്ക് ഇതുവരെ ഫെമിലിയർ ആയുള്ള ഒരു ബൈബിൾ സ്റ്റഡിയും ഇവിടെ ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഞാനും ഗുഡ് ന്യൂസ് തമ്മിലില്ല. അല്ല, ആദ്യത്തെ പരസ്യം നോക്കിയാൽ മനസ്സിലാകും. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പരസ്യങ്ങളിൽ ഇത് ടോപ്പിക്സ് ഗുഡ് ന്യൂസ് ബൈബിൾ സ്റ്റഡി? ഗുഡ് ന്യൂസ് ബൈബിൾ സ്റ്റഡി എന്നൊരു വിഷയമുണ്ടോ ലോകത്ത്? ടോപ്പിക്സ്, അന്ത്യകാല സംഭവങ്ങൾ, യെശയ്യാ പ്രവചനം, വെളിപ്പാട് പുസ്തകം, പ്രവചന പുസ്തകങ്ങൾ, സുവിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്സാണ്. ഇതുപോലെ ഗുഡ് ന്യൂസ് ബൈബിൾ സ്റ്റഡി എന്നൊരു ടോപ്പിക്സ് ഉണ്ടോ? എന്തിനാ അങ്ങനെ ഇട്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. അത് വ്യാപകമായും കാണുന്ന ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്.
അതുകൊണ്ട് ഇനിയെങ്കിലും അടുത്ത 3 ക്ലാസ്സിൻ്റെങ്കിലും പരസ്യം വിടുമ്പോൾ ദയവായിട്ട് അതൊന്ന് ഒഴിവാക്കി ഈ ക്ലാസ്സിൽ എന്താണ് പഠിപ്പിക്കുന്നത് അതിനകത്ത് എഴുതണം. കാരണം ഇത് ഈ കഥ അറിയാതെ ആട്ടം കാണുന്ന പോലെ ബൈബിൾ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ചില പാവങ്ങൾ വന്നിട്ട് ഇയാൾ വേറെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടോ എന്ന് ചിന്തിച്ച് വെറുതെ അവർ നിരാശരായിട്ട് പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് കഴിഞ്ഞ ക്ലാസ്സിന്റെ ആരംഭത്തിൽ ഞാൻ രോഗിയായി കിടന്നു ദൈവം സൗഖ്യമാക്കിയ കാര്യം പറഞ്ഞപ്പോൾ ത്ലിപ്സിയൻ എന്ന ഒരു വാക്കിന്റെ അർത്ഥം എക്സ്പ്ലെയിൻ ചെയ്തു. മൂലഭാഷയിൽ ത്ലിപ്സിയൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ പലരും എന്താ വിചാരിച്ചെന്നറിയാമോ, ഞാൻ രണ്ട് ടോപ്പിക്സുമായിട്ട് ബന്ധമില്ലാത്ത എന്തോ കാര്യം പറയാറുന്ന. അങ്ങനല്ല. വേദപുസ്തകത്തിൽ ഒരിടത്ത് മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്. ആ വാക്കിന്റെ അർത്ഥം അറിയാൻ വയ്യാത്തതുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ആളുകൾ വരുത്തിയ തെറ്റും മാത്രമല്ല, വിശ്വാസ സമൂഹം വരുത്തിയ തെറ്റുകളും ഇന്നും അതിൽ കൂടെ അത് കാരണം ഉണ്ടായിരിക്കുന്ന തെറ്റുകളും ധാരാളം തെറ്റായ സമ്പ്രദായങ്ങളും ആ ഒരൊറ്റ വാക്കിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ട് സംഭവിച്ചതാണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ചിലർ വിചാരിച്ചു ഞാൻ ടോപ്പിക്സുമായിട്ട് ബന്ധമില്ലാത്ത വേറെ എന്തൊക്കെയോ പറയാമെന്ന്. കാരണം ടോപ്പിക്സ് എന്തുവാന്നേ അവർക്കറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ടോപ്പിക്സിനകത്താണ് നിന്നത്. ഇത്തരം കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ വരും ദിവസങ്ങളിലും ഈ അടുത്ത 3 ക്ലാസ്സുകളിലും ഞാനിവിടെ ബൈബിൾ സ്റ്റഡി ഒന്നും നടത്തുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ തിരുവെഴുത്തും വ്യാഖ്യാന തെറ്റുകളും മാത്രമേ പറയുന്നുള്ളൂ. അത് അവയർനെസ് ആണ്. അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കണം തോന്നിയാൽ അത് നിങ്ങളുടെ കാര്യം. ഇവിടെ ഇയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ, അത് ശരിയാണോ? ഞാൻ ഒരു അവയർനെസ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇന്നത് പഠിക്കാം, പഠിക്കാതിരിക്കാം. ദാറ്റ്സ് അപ് ടു യു. അത് ഞാൻ പഠിപ്പിക്കണോ വേറൊരാളെ പഠിപ്പിക്കണോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ദാറ്റ്സ് അപ് ടു യു. അതിൻ്റെ ടോപ്പിക്സ് അല്ല. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ ക്ലാസ് എടുത്തു കഴിയുമ്പോൾ ഞാൻ ഇതേ ഹോട്ട് സീറ്റിൽ ഇരിക്കുക, എഴുന്നേറ്റ് പോകത്തില്ല. അവസാനത്തെ ആളിന്റെ ചോദ്യവും കേട്ട് മറുപടി അറിയാമെങ്കിൽ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങളുടെ ചോദ്യങ്ങൾ ഇവിടെ തന്നെ ചോദിക്കണം. ഇവിടെ തന്നെ ചോദിക്കണം. ഇവിടെ തന്നെ അതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്യും. എന്തെങ്കിലും ഉരുണ്ട് കളിച്ചൊരു മറുപടി തന്ന് വിടത്തില്ല. അത് ശരിയായ കാര്യമാണ്. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ചോദ്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് ചോദിക്കേണ്ടത്. ഇനി മൂന്നാമതൊരു കാര്യം, ഞാൻ മറുപടി പറയുന്ന ഒരു ഇൻഡിവിജ്വലിനാണ്, ഒരു വ്യക്തിക്കാണ്. കാരണം ആ വ്യക്തി ദൈവദാസനായതുകൊണ്ടും കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വിലയായതുകൊണ്ടും അദ്ദേഹം വിലയേറിയ ഒരാളാണ് ദൈവം എന്നുള്ളതുകൊണ്ടും അദ്ദേഹം മറുപടി അർഹിക്കുന്നു എന്നതോടാണ് മറുപടി പറയുന്നത്. ലോകത്തിൽ കാണുന്ന 100 ചോദ്യങ്ങൾക്ക് 1000 ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാറില്ല. വഴിയെ പോകുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറയാറില്ല. അതെന്റെ പണിയല്ല, എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അപ്പം ദൈവമക്കൾ സീരിയസ് ആയ പാർട്ടിസിപ്പൻസ് ചെയ്യേണ്ടത് സിസ്റ്റം അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കഴിയുമെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ഓൺ ചെയ്തിട്ട് വന്നിട്ട് ഞാൻ ഇന്ന ആളാണ്, ഇന്നടത്ത് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കണം. അതിന് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് മറുപടി പറയാൻ ശ്രമിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ വന്നു. അത് പിന്നീട് ഗ്രൂപ്പിലിട്ടൊക്കെ വന്നതാണ്. ഓർഗനൈസേഷൻ എന്നെ ആ കാര്യം വിളിച്ച് പറയേണ്ടതായിട്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുന്നോട്ട് പോയാൽ ഇതൊരു വൺ വേ ട്രാഫിക്കാണ്. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യങ്ങൾക്ക് ഒന്ന്, ആ ചോദ്യം ചോദിച്ച ആളുകൾ ഇന്ന് ഈ ക്ലാസ്സിലുണ്ടെങ്കിൽ അവർക്ക് ദയവായിട്ട് സ്ക്രീൻ ഓൺ ചെയ്തിട്ട് അവരുടെ വീഡിയോ ഓൺ ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ആ ചോദ്യം ചോദിക്കാം. അത് ഏത് ഓർഡറിലാണ് ചോദിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഓർഗനൈസേഷൻസിനോട് പറഞ്ഞതായിരുന്നു. അവർ നിങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒന്നാമത്തെ ചോദ്യം ചോദിച്ച ആളിന് ദയവായിട്ട് മുൻപോട്ട് വന്ന് ആ ചോദ്യം എക്സ്പ്രസ് ചെയ്യാം. ഞാൻ അതിന് മറുപടി പറയാൻ ശ്രമിക്കാം. സ്തോത്രം. ചോദിച്ചാട്ടെ.
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പാസ്റ്റർ, എന്റെ പേര് പാസ്റ്റർ ജോൺസൺ ആണ്, ദോഹയെന്ന്. അത് പറയണ്ട, കണ്ടപ്പോ അറിയാം. ഞാൻ നേരത്തെ അറിയിച്ചെന്നാൽ ഒന്നുകൂടെ ഒന്ന് പറയാം. അത് ഫസ്റ്റ് ചോദ്യം, ഈ ട്രാൻസ്ലേഷൻ എറേഴ്സ് ഡസ് ഇറ്റ് എഫക്ട് അവർ സാൽവേഷൻ അല്ലെങ്കിൽ ഗോസ്പൽ? അതിന്റെ കോർ ഞാൻ പറയുന്നത് മറ്റുള്ള വ്യാഖ്യാന ഇഷ്യൂ അല്ല, കോർ ഗോസ്പൽ അല്ലെങ്കിൽ സാൽവേഷൻ. ഇതുവരെയും നമ്മൾ നടത്തുന്ന രക്ഷ വാഗോണ്ട് ഏറ്റു പറയണം, സ്നാനപ്പെടണം, ബേസിക് ആയിട്ടുള്ള രക്ഷ എന്ന് പറയുന്നത് ഈ ട്രാൻസ്ലേഷൻ എറർ കൊണ്ട് എന്തെങ്കിലും എഫക്റ്റ് ആയിട്ടുണ്ടോ? ട്രാൻസ്ലേഷൻ എറേഴ്സ് കൊണ്ട്? അത് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ബാക്കി ചോദിക്കാം. സപ്പോസ് നോട്ട് ഇല്ല എന്നിരിക്കട്ടെ. ഞാൻ ഈ ഹോട്ട് സീറ്റിലിരുന്ന് നമുക്ക് ഈ സന്ധ്യക്ക് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യേണ്ട വേറെ ഒരാവശ്യമില്ല, ഒരു കാര്യവുമില്ല. സപ്പോസ് നോട്ട്. ഇനിയും എൻ്റെ ലിമിറ്റഡ് എക്സ്പ്ലനേഷൻ, ഇത് ഫുൾ എക്സ്പ്ലനേഷൻ അല്ല. ഫുൾ എക്സ്പ്ലനേഷൻ പോയാൽ യൂറോട്ടെ ചോദ്യത്തിന് മറുപടി ചെയ്യുന്നു, ഇത് വേറെ നടക്കത്തില്ല. ലിമിറ്റഡ് എക്സ്പ്ലനേഷൻ പറയാൻ പോവാണ്. രക്ഷയ്ക്ക് 3 സ്റ്റേജസ് ഉണ്ടെന്നുള്ളത് ദേവദാസൻ അറിയാം. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞതാ, ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാഗോണ്ട് ഏറ്റു രക്ഷിക്കപ്പെട്ടു, ഫിനിഷ്ഡ്. അത് ഒരു കുഞ്ഞ് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയ പോലെ, ഒരു കുഞ്ഞിന് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, അതുകൊണ്ട് അവൻ സ്കൂൾ എഡ്യൂക്കേഷൻ തീർന്നോ? ഇല്ല, അവിടെ തുടങ്ങുക. റിയൽ പ്രോസസ് ഓഫ് സാൽവേഷൻ അവിടെ തുടങ്ങുക. ആ പ്രോസസ് ഓഫ് സാൽവേഷൻ അവൻ എന്ത് പഠിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പഠിക്കുന്ന കാര്യം മാൽന്യൂട്രീഷ്യസ് ആണെങ്കിൽ, ശ്രദ്ധിച്ചോണേ, മാൽന്യൂട്രീഷ്യസ് ആണെങ്കിൽ ആ മാൽന്യൂട്രീഷ്യസ് ആയ ഫുഡ് വിൽക്കുന്ന ആളിന് പറയാം, കണ്ടോ ഭക്ഷിച്ചാമില്ലല്ലോ, എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, പക്ഷെ അവൻ കൊടുക്കുന്ന ഫുഡ് മാൽന്യൂട്രീഷ്യസ് ആണ്. അപ്പൊ പറ്റിയ കുഴപ്പം എന്നറിയാമോ? ഒരു ഹോൾ ജനറേഷൻ മാൽന്യൂട്രീഷ്യസ് ആയി മാറി. ഞാൻ താമസിക്കുന്ന ഇംഗ്ലണ്ടിൽ നടന്നൊരു കാര്യം പറയാം. ആളുകൾക്ക് ധാരാളം കോഴിയിറച്ചി തിന്നണം, ഇവിടുത്തെ ക്ലൈമറ്റിൽ തിന്നേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, 10-15 ദിവസം കൊണ്ട് 2-3 കിലോ വലുപ്പമുള്ള കോഴിയെ മാനുഫാക്ചർ ചെയ്യുന്ന കോഴി മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഉണ്ടായി രാജ്യം മുഴുവനും. അപ്പം കോഴിയിറച്ചി ഭയങ്കര സുലഭമായി. അത് കഴിച്ചു വന്ന ഒരു ജനറേഷൻ, ആ ജനറേഷൻ അവരുടെ പീരീഡ് ഓഫ് മച്യൂരിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ അത് അവരിൽ ഉണ്ടാക്കിയ ഫിസിക്കൽ മെന്റൽ ഇംപയർമെന്റ് പഠിച്ചു കഴിഞ്ഞപ്പോ ഫുഡ് ഇൻഡസ്ട്രി, മെഡിക്കൽ സയൻസ്, ഗവൺമെന്റ്, ഹെൽത്ത് ഇൻഡസ്ട്രി സ്റ്റക്കായി പോയി. എല്ലാവർക്കും കോഴിയിറച്ചി കിട്ടി, പക്ഷെ ഏത് കോഴിയിറച്ചിയാ? മാൽന്യൂട്രീഷ്യസ് ആയ കോഴിയിറച്ചിയാ. തീരുമാനിച്ചു അങ്ങനല്ല, ഇനി നമുക്ക് എങ്ങോട്ട് പോകണം? നമുക്ക് നാച്ചുറൽ എൻവയറൺമെന്റിൽ വളർത്തുന്ന കോഴിയുടെ ഇറച്ചി മതി. ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുമ്പോൾ ഹോർമോൺ പ്രോബ്ലം ഉണ്ടായി, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി നഷ്ടപ്പെട്ട, തിങ്കിങ് കപ്പാസിറ്റി നഷ്ടപ്പെട്ട, ഫിസിക്കൽ എബിലിറ്റി നഷ്ടപ്പെട്ട, ഒരു ജോലി ചെയ്യാൻ കഴിയാൻ വയ്യാത്ത വെറും മന്ദബുദ്ധികളായി ഇവർ മാറിപ്പോകുന്നുള്ളത് ഇന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എവിഡൻസ് ആയിട്ട് തരാൻ പറയാം. എൻ്റെ ഒരു സ്നേഹിതൻ അത് ഈ ക്ലാസ്സിൽ ഇരിപ്പുണ്ട്. കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്രോൾ ഇല്ല ഈ രാജ്യത്ത്. എന്താ പറ്റി പെട്രോളിന്? മറ്റു രാജ്യത്ത് നിന്ന് വരണം, ഒഴുകി വരത്തില്ല, വണ്ടി ഓടിച്ച് കൊണ്ടുവരാൻ ഡ്രൈവേഴ്സ് ഇല്ല, ലക്ഷക്കണക്കിന് ഡ്രൈവേഴ്സിന്റെ വേക്കൻസി. എന്താ ഈ രാജ്യത്തെ ആളുകൾക്ക് പറ്റിയത്? നേഴ്സുമാരില്ല, ലോകം മുഴുവൻ കൊണ്ടുവരിക. എന്താ ഈ രാജ്യത്തെ പെൺപിള്ളേർക്ക് പറ്റിയത്? കേട്ടോണേ, 80% സ്റ്റുഡൻസ് കിങ്സ് കോളേജിൽ നേഴ്സിംഗിന് ചേരുന്ന 80% സ്റ്റുഡൻസ് പാസ് ഔട്ട് അല്ല. 100 പിള്ളേർ ചേർന്നാൽ 20 പിള്ളേരെ പാസ് ഔട്ട് ആകത്തുള്ളൂ. 80 പിള്ളേർക്കും ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ബ്രെയിൻ പവർ, മെന്റൽ കപ്പാസിറ്റി ഇല്ലാതെ പോയി. റിസർച്ച് എന്താ കണ്ടുപിടിച്ചെന്നറിയാമോ? മാൽന്യൂട്രീഷൻ. എല്ലാവർക്കും ഫുഡും, എല്ലാവർക്കും വെജിറ്റബിൾസും, എല്ലാവർക്കും ചിക്കൻ, വലിയ മുട്ടൻ ആപ്പിളും തേങ്ങാവോറുള്ള ഓറഞ്ചുമാ. പണ്ട് 5 ഓറഞ്ച് കഴിക്കുന്നിടത്ത് ഇന്ന് 1.5 ഓറഞ്ച് വേണ്ട.
പക്ഷെ അതെന്താ ചെയ്തത്? നശിപ്പിച്ചു കളഞ്ഞൊരു ജനറേഷനെ അതിന്റെ കോൺസിക്വൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി ഞാൻ ഇതൊരു സിവിലിയ പറഞ്ഞെങ്കിൽ വേദപുസ്തകത്തിലേക്ക് വരാൻ പോവാം. ഇതുപോലെ നമ്മള് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവഭാഗത്ത് വന്നു. ഇനി നമ്മുടെ സ്പിരിച്വൽ ലൈഫിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാൻ പോവാ. അതാണ് തേർഡിന് നമ്മളെ ക്വാളിഫൈ ചെയ്യേണ്ടത്. ആ തേർഡിന് ക്വാളിഫൈ ചെയ്യാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ പറഞ്ഞു. മായം ചേർത്ത പാല് കുടിക്കാനല്ല. ഞാൻ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് എന്ന് വേണ്ടി ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്ന ട്രാൻസ്ലേഷൻ എറർ. ആ ട്രാൻസ്ലേഷൻ എറർ അഡ്രസ് ചെയ്യാതെ ആളുകൾ പഠിച്ചപ്പോൾ റോങ് തിയോളജിയും റോങ് ഡോക്ട്രിനും അവരുടെ അകത്ത് കയറിയത് കൊണ്ട് അവരുടെ സ്റ്റാർട്ടിങ് വളരെ നല്ലതായിരുന്നെങ്കിലും കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ പഠിച്ച തിയോളജി അവരുടെ ഡോക്ട്രിനും തെറ്റായതുകൊണ്ട് അവരെ ഡീവിയേറ്റ് ചെയ്ത് നേരെ എബോട്ടനടിച്ച് സാത്താന്റെ പാളയത്തിൽ എത്തിച്ചു. അതിന്റെ എക്സാമ്പിളാണ് സഭാചരിത്രവും ഇൻഡിവിജ്വൽ ആയിരക്കണക്കിന് എക്സാമ്പിൾസും. ഇനി ഞാൻ ഇച്ചിരി സ്പെസിഫിക് ആയിട്ട് ഗുഡ് ന്യൂസ് എന്നോട് ക്ഷമിക്കണം, വ്യക്തികളുടെ പേരെടുത്ത് പറയുന്നുണ്ട്, പറയാതിരിക്കാൻ കഴിയത്തില്ല. റിയൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെ തന്നെ പഠിക്കാൻ നമുക്ക് മനസ്സിലാകുന്ന KP യോഹന്നാന് കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന KP യോഹന്നാൻ ലോകത്തുണ്ടായിരിക്കത്തില്ലായിരുന്നു. നമ്മൾ പണ്ട് കണ്ട KP യോഹന്നാൻ ഉണ്ടാകത്തുണ്ടായിരുന്നു. നമ്മൾ പണ്ട് കണ്ട KP യോഹന്നാനിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന KP യോഹന്നാനിലേക്ക് വഴി തിരിച്ചുവിട്ട് എന്തെന്നറിയാമോ? നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് റിയലി റിട്ടൺ ഇൻ ദ ബൈബിൾ. ഇനിയും ഭയങ്കര ഇവാഞ്ചലിസ്റ്റിക്സിലോടുകൂടി ആരംഭിച്ച മനുഷ്യനാണ് വില്യം ബൂത്ത്. അത്രയും വലിയൊരു പ്രസ്ഥാനം ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ വില്യം ബൂത്ത് പ്രസ്ഥാനം അങ്ങോട്ട് തിയോളജി ഇന്റർപ്രറ്റ് ചെയ്ത് വന്ന് ഒരു സ്റ്റേജിലെത്തിയപ്പോ അദ്ദേഹത്തിന് വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയുടെ ഡോക്ട്രിൻ എന്താണെന്ന് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് മനസ്സിലാകുന്നത് അറിയാമോ? അതിന്റെ എബ്രായ മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലായിരുന്നെങ്കിൽ വില്യം ബൂത്ത് അത് റീഡയറക്ട് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് പറ്റിയ കുഴപ്പം എന്താണെന്നറിയാമോ? ഒരു വലിയ പ്രസ്ഥാനം മുഴുവൻ തകർന്നെന്ന് മാത്രമല്ല, എന്തുമാത്രം ആളുകളുടെ ആത്മീയ ജീവിതം കൊണ്ട് നശിച്ചു പോയെന്നറിയാം. കാരണം വില്യം ബൂത്ത് എക്സ്പ്ലെയിൻ ചെയ്ത ഈ ഡോക്ട്രിൻ അല്ല, ഏതാ തിരുവത്താഴത്തെ പറ്റിയുള്ള ഡോക്ട്രിൻ അല്ല റിയൽ ഡോക്ട്രിൻ. റിയൽ തിരുവത്താഴത്തിന്റെ ഡോക്ട്രിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എവിടെ പോകണമായിരുന്നു? അതിന് പോകേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ എന്ന് പൗലോസ് എഴുതിയുടെ ശേഷം അതിന്റെ ബാക്കി കുറെ സംഭവങ്ങളുണ്ട്. അതിന്റെ എബ്രായിക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഭാഷ, ആ വാക്കുകളുടെ അർത്ഥത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വില്യം ബൂത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സാൽവേഷൻ ആർമി വേറൊരു സാൽവേഷൻ ആർമി ആകുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും ത്രൈവിംഗ് ആയ പിന്നെ സ്പിരിച്വൽ മൂവ്മെന്റ് ആയി മാറുമായിരുന്നു. ഇങ്ങനെ ഓരോ പ്രസ്ഥാനത്തിലും എടുത്താൽ അതിന്റെ ആളുകൾ ആ പ്രാരംഭത്തിൽ തുടങ്ങിയിട്ട് ഹയർ ലെവലിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അന്നേരം മൂലഭാഷയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാകാതെ അവരുടെ ഭാവനയുടെ ഭാഷയിൽ അവരുടെ മാതൃഭാഷയും പ്ലസ് ഭാവനയും കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ ഒരു റോങ് ഡോക്ട്രിനും റോങ് തിയോളജിയും ഉണ്ടായി. ആ റോങ് ഡോക്ട്രിനും റോങ് തിയോളജിയും കാണാം. നശിച്ചുപോയ സഭകളുടെ പേര് എഴുതിയെടുക്കാമെങ്കിൽ എഴുതിയെടുത്തോണം. ഒന്നാമത്തേത് മെത്തഡിസ്റ്റ് മൂവ്മെന്റ്. എന്താ മെത്തഡിസ്റ്റ് മൂവ്മെന്റ് പ്രോബ്ലം എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ഇവിടെ പറയാൻ ഒക്കത്തില്ല, വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കോണ്ടാക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചു. രണ്ടാമത്തേത് ബാപ്റ്റിസ്റ്റ് മൂവ്മെന്റ്. മൂന്നാമത്തേത് അതിനു മുമ്പുണ്ടായതാ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. നാലാമത്തേത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു മെത്തഡിസ്റ്റ്, ഞാൻ പറഞ്ഞു സോറി മെത്തഡിസ്റ്റ് പിന്നെ പറയേണ്ടതായിരുന്നു. ഇദ്ദേഹത്തിന്റെ നമ്മുടെ ജർമ്മനിൽ ആരംഭിച്ച പ്രസ്ഥാനമുണ്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മ വരിക, പിന്നെ ലൂഥറനിസം. ഇവർക്കൊക്കെ എന്തോ പറ്റിയത്? ഇവരുടെയൊക്കെ പ്രാരംഭം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരുന്നു. അതങ്ങോട്ട് വന്ന് ഹയർ ലെവലിൽ ബൈബിൾ ഇന്റർപ്രറ്റ് ചെയ്ത് ജനത്തിന് കൊടുക്കേണ്ട സ്റ്റേജ് വന്നപ്പോൾ അതിന്റെ മൂലഭാഷയിൽ പോകണം എന്നുള്ള സത്യം മനസ്സിലാകാതെ മാതൃഭാഷയിലും ഭാവനയുടെ ഭാഷയിലും ഒരുമിച്ച് കൊടുത്തപ്പം അവരും തകർന്നു, പ്രസ്ഥാനം തകർന്നു. ഇത് വളരെ 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 ഗൗരവമായ കാര്യമാണ്. അതുകൊണ്ട്
നമ്മുടെ രക്ഷയെയും സുവിശേഷത്തെയും ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ബാധിക്കത്തില്ലായിരുന്നെങ്കിൽ, ഞാൻ പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം, 1, 2, 4 സർജിക്കൽ വൂണ്ട്സ് ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഞാനിപ്പം. 4 സർജിക്കൽ വൂണ്ട് എൻ്റെ ശരീരത്തുണ്ട്. അതിന്റെ വേദനയും ഇതിന്റെ ബുദ്ധിമുട്ടുമുണ്ട്. അതും വഹിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു ചോദിച്ചാൽ അതിനേക്കാൾ വലിയൊരു വേദന എൻ്റെ ശരീരത്തിലുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട്. ദൈവവചനം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന കാണുമ്പോഴുള്ള വേദന. അതുകൊണ്ട് ദേവദാസന്റെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അത് വളരെ മറുപടി അറിയിക്കുന്നതാണ്. അത് വളരെ ഗൗരവമായ കാരണം ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ, മായം ചേർത്ത പാല് കുടിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. ഫൈൻ. അടുത്ത ചോദ്യം ചോദിച്ചാട്ടെ. ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ ജസ്റ്റ് ഞാൻ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ യഹൂദന്മാർക്ക് ഈ എബ്രായ ബൈബിൾ അവരുടെ കയ്യിലുള്ളപ്പോൾ അവരെന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അപ്പം വ്യാഖ്യാന തെറ്റുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ യഹൂദന്മാർക്ക് എബ്രായ ഭാഷയിലല്ല അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പുസ്തകം. വൈ ദേ ഹാവ് നോട്ട് അക്സെപ്റ്റഡ് ദ ഗോസ്പൽ? ഓക്കെ, അത് എനിക്ക് മറുപടി പറയാൻ കഴിയുന്ന കാര്യമാണെങ്കിലും ഈ ക്ലാസിന്റെ സ്പേസ് അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഒരു അൺസാറ്റിസ്ഫാക്ടറി ആയ, അതായത് ദേവദാസിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മറുപടി പറഞ്ഞ് എനിക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സമയം ഉണ്ടായിരുന്നെങ്കിൽ അത് മുഴുവൻ പറയാമായിരുന്നു. ഇത്രയേ ഉള്ളൂ. ദൈവം ഇന്ന് വരെ അവർക്ക് കുരുട്ട് കണ്ടു കൊടുത്തു. ആര്? ദൈവം, ഞാനല്ല. അവരിൽ ഒരു ചെറിയ ഭാഗത്തിന് മാത്രമേ ദൈവം കണ്ണു തുറന്നു കൊടുത്തുള്ളൂ. അതിന് ദൈവത്തിൻ്റെതായ റീസൺ ഉണ്ട്. ആ ഭാഗത്തേക്ക് അതുകൊണ്ട് എനിക്കിപ്പം പോകാൻ കാര്യം നമ്മുടെ സ്പേസ് അനുവദിക്കാത്തതുകൊണ്ട്. നമുക്കതിന് സ്പേസ് ഉണ്ടായിരുന്നെങ്കിലോ തീർച്ചയായിട്ടും മറുപടി പറയാമായിരുന്നു. ദൈവം ഇന്ന് വരെ അവർക്ക് കുരുട്ട് കണ്ണ് കൊടുത്തിരിക്കുന്ന പൗലോസ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ ക്ലാസ് ഈസ് ഇറ്റ് മെന്റ് ഫോർ ട്രാൻസ്ലേഷൻ എറേഴ്സ് ഓർ കണ്ടെക്സ്റ്റുവൽ എറേഴ്സ് ബൈ ദ ടീച്ചർ? കാരണം കഴിഞ്ഞ ദൈവദാസൻ പറഞ്ഞു ആ വിവാഹ ശുശ്രൂഷയ്ക്ക് വായിക്കുന്ന 45-ാം സങ്കീർത്തനം പറഞ്ഞു, അതിന്റെ കണ്ടെക്സ്റ്റിലാണ് ഞാൻ ചോദിക്കുന്നത്. സോ ദാറ്റ് ഈസ് അവരുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ രീതിയിലുള്ള ഒരു തെറ്റാണ്. ബട്ട് ദാറ്റ് ഡസ് നോട്ട് അഫക്ട്, ഇറ്റ് ഇസ് നോട്ട് എ ട്രാൻസ്ലേഷൻ എറർ. ഇതിനകത്ത് വന്നതിന്റെ ഉദ്ദേശം എന്താണ് ദിവസം? നമ്മുടെ ഈ ക്ലാസ് ഞാൻ കവർ ചെയ്യുന്ന ടോപ്പിക്സ് മുഴുവൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ക്ലാസ്സിൽ ഞാൻ എറർ ഉണ്ടാകാനുള്ള റീസൺസ്, ഈ ഇന്റർപ്രിട്ടേഷൻ മിസ്റ്റേക്ക് ഉണ്ടാകാനുള്ള റീസൺസ് ഒരുപാട്, ഒന്നല്ല. അതിൽ ഒന്നാണ് മൂലഭാഷ അറിയാൻ വയ്യാത്തത്. അതിൽ മറ്റൊന്നാണ് കോണ്ടെക്സ്റ്റ് അറിയാൻ വയ്യാത്തത്. അത് മാത്രമല്ലല്ലോ, അങ്ങനെ കിടക്കുകയാണ് ഒരു ചെറിയ ലിസ്റ്റ്. അതുകൊണ്ട് പറയാൻ പോകുന്നുള്ളൂ. അത് തുടങ്ങിയതേ ഉള്ളൂ. ജസ്റ്റ് അതിന്റെ ഒരു ടിപ്പിൽ നമ്മൾ വന്നതേ ഉള്ളൂ. യെസ്, ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അത് കവർ ചെയ്യുന്ന പറഞ്ഞാൽ അത് മുഴുവൻ പഠിപ്പിക്കുകയല്ല, അതെല്ലാം പിൻ പോയിന്റ് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. യെസ്, താങ്ക് യു. തേർഡ് ക്വസ്റ്റ്യൻ, ദേവദാസൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു there are impossible things by God. ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങളുണ്ട്. ഓക്കെ, മനുഷ്യനെ മാറ്റാൻ ദൈവത്തിന് കഴിയത്തില്ല. അത് യെസ്, കറക്റ്റ്. ഓക്കെ, which are the other things which you meant by that statement? ഇത് ആരുടെ ചോദ്യമായിരുന്നു? പാസ്റ്റർ ജോൺസന്റെ ചോദ്യം തന്നെയാണോ? അതിനു മുമ്പ് എനിക്ക് ആൻസർ ചെയ്യേണ്ട ചില ചോദ്യങ്ങളുണ്ടല്ലോ ഇതിനു മുമ്പ്. ഇല്ല, ഇത് തന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ ചോദ്യത്തിൽ ഇത് വരാം. വേറെ ചോദ്യം കൂടെ, അതും കൂടെ ചോദിച്ചേക്കട്ടെ. അത് ആ ചോദിച്ച ആളിനെ അറിയണം. ഇത് തന്നെയാണോ? ഞാൻ തന്നെ ചോദിച്ചത്. ഓക്കെ, ചോദിച്ചു. ഇത് തന്നെ ചോദിച്ചത് which are the impossible things by God. ഓക്കെ, അത് വരാം. അതിനിടയ്ക്ക് വേറെ ചില ചോദ്യങ്ങൾ ഞാൻ കേട്ടതായിരുന്നു. അപ്പൊ ആ ആളുകൾ ആരാണെന്ന്, ആ ചോദ്യം ഏതാണെന്ന് എനിക്ക് അഡ്രസ് ചെയ്യണം. അടുത്തൊരു ഞാൻ ചോദിച്ചത്, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഭാഷയിലുള്ള ഇംഗ്ലീഷ്, മലയാളം ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീക്കിൽ നിന്നാണെന്ന് നമ്മൾ അറിയുന്നു, ആസ് പെർ അവർ നോളജ്. അപ്പൊ സപ്പോസ് ഈ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേഷൻ നമ്മുടെ കയ്യിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, can the Hebrew Bible provide us with a Bible word of God? Could I mean അവർക്ക് അത് ചെയ്യാമായിരുന്നു? Could Hebrew language give us a word of God? അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വരുത്തില്ല, നമുക്ക് രക്ഷ നഷ്ടപ്പെടത്തില്ലായിരുന്നു ഈ സമയത്ത്? if Greek did not give us a Bible,
was the translated. Hebrew സമയത്തിന് വന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഹെബ്രു ഇല്ലാത്തത് കൊണ്ട് could we have missed the salvation? അല്ലെങ്കിൽ ഈ രക്ഷ സത്യം ഈ നമ്മൾ സത്യം അറിയാതെ പോകത്തില്ലായിരുന്നു. ഓക്കെ, നമ്മൾ സത്യം അറിയത്തില്ല പോകും എന്നിരിക്കട്ടെ, സപ്പോസ് ഇരിക്കട്ടെ. അപ്പൊ ഗ്രീക്ക് തക്ക സമയത്ത് വന്നുകൊണ്ടാണ് നമുക്ക് ബൈബിൾ കിട്ടിയത്, രക്ഷ കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഗ്രീക്കിനോട് എന്തോ ചെയ്യണം? അതുകൊണ്ട് നമ്മൾ ഗ്രീക്കിനെ എന്ത് ചെയ്യണം? ഞാൻ ഒരു ചോദ്യം ചോദിച്ചില്ലേ? ജനിച്ചു വളർന്ന കുഞ്ഞിന് ബോട്ടിൽ ഫീഡിങ് ആണ് അല്ലേ? ഒരു നിപ്പിളൊക്കെ ബോട്ടിലിട്ടാ കൊടുക്കുന്നത്. ആ ബോട്ടിലും നിപ്പിളും ഇല്ലായിരുന്ന കുഞ്ഞ് പാൽ കുടിക്കാൻ പറ്റുമല്ലോ? ഇല്ല. അതുകൊണ്ട് ജീവകാലം വേണ്ടി ഈ ബോട്ടിലിനോട് കുഞ്ഞ് എന്തോ ചെയ്യണം? നീ ഇല്ലായിരുന്നെങ്കിൽ, ഈ നിപ്പിൾ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് പാൽ കുടിക്കാനൊക്കത്തില്ലായിരുന്നു പറഞ്ഞു. ഇതിനും കൊണ്ട് ജീവകാലം മുഴുവൻ നടക്കണം എന്നാണ് അതിന്റെ അർത്ഥം? അങ്ങനല്ല. ഇനി ഞാൻ ദേവദാസൻ ചോദിച്ച ചോദ്യത്തിന് കോണ്ടെക്സ്റ്റുവൽ ഹിസ്റ്റോറിക്കൽ ആൻസർ പറയാം. കോണ്ടെക്സ്റ്റുവൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ആൻസർ. ഫോർ ദി ഫസ്റ്റ് 400 years ജാതീയ സഭകൾക്ക് ആദ്യം പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഗ്രീക്കിൽ തന്നെ എഴുതി. കാരണം അവർക്ക് ഹീബ്രു അറിയത്തില്ല. പക്ഷെ ബേസിസ് മുഴുവൻ, കണ്ടന്റ്, സബ്ജക്ട് മാറ്റം മുഴുവൻ ഹീബ്രുവാണ്. അതായത് എബ്രായിക് ബൈബിളാണ്. രണ്ടാമത്തെ കാര്യം, ഹീബ്രുവിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിരുന്നു ഗ്രീക്കിലോട്ട്. മൂന്നാമത്തെ കാര്യം, പുതിയ നിയമം ഉണ്ടാകുന്നതിന് മുൻപ് പഴയ നിയമം മുഴുവനും ഗ്രീക്കിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. ഇനി ഗ്രീക്ക് അന്നത്തെ ലിംഗ്വാ ഫ്രാങ്ക ആയതുകൊണ്ട് അത് സ്പ്രെഡ് ചെയ്യുന്നതിന് വളരെ സഹായിച്ചു. ആ കാര്യം എൻ്റെ ടോപ്പിക്സ് അല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഗ്രീക്കിന്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് എൻ്റെ ടോപ്പിക്സ് അല്ല, അതല്ല ഞാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാതിരുന്നത്. ഇനിയും അറ്റ് ദി സെയിം ടൈം നമ്മുടെ സ്പെസിഫിക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹാഡ് ഇറ്റ് നോട്ട് ബീൻ ഗ്രീക്ക്, would we have been able to get the Bible in our languages? My answer is a big yes. കാരണം ഇംഗ്ലീഷിലോട്ടും അതുവഴിയാണ് മലയാളത്തിലോട്ടും നമുക്ക് ബൈബിളിൽ നിന്ന വ്യക്തി ആരാ? വില്യം ടിൻഡേൽ. ആരാണ് വില്യം ടിൻഡേൽ? ഓക്സ്ഫോർഡിലെ ഹീബ്രുവിന്റെ പ്രൊഫസർ. അത്രയും വലിയ ഒരു ഹീബ്രു സ്കോളർ ലോകം ഇതുവരെ കണ്ടിട്ട് ഇല്ല. അല്ലെങ്കിൽ റഷ്യ ആയിരിക്കണം. റഷ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കോളർ, ഹീബ്രു സ്കോളർ. ദാറ്റ്സ് എ ഡിഫറെന്റ് പേഴ്സണാലിറ്റി. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹീബ്രു സ്കോളർ ആയിരുന്നു വില്യം ടിൻഡേൽ. ആ വില്യം ടിൻഡേൽ ആണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ബൈബിള്. കിങ് ജെയിംസ് ബൈബിൾ എന്ന് പറയുന്നത് വില്യം ടിൻഡേലിന്റെ ഇംഗ്ലീഷ് എടുത്തുകൊണ്ട് വന്ന് എന്താ ചെയ്തു? ബ്രഷപ്പ് ചെയ്തതാണ്. വില്യം ടിൻഡേലിനെ സ്വാധീനിച്ചത് എറാസ്മസിന്റെ ഗ്രീക്ക് ബൈബിൾ ആണെങ്കിൽ വില്യം ടിൻഡേൽ ട്രാൻസ്ലേഷന് വേണ്ടി ഉപയോഗിച്ചത് വില്യം ടിൻഡേലിന് അതിനേക്കാൾ പരിചയമായിരുന്ന ഒറിജിനൽ തനാക്കായിരുന്നു, ഹീബ്രു ബൈബിളായിരുന്നു. ഹി വാസ് ദി ഗ്രേറ്റസ്റ്റ് ഹീബ്രു സ്കോളർ. ഇനി നമുക്ക് മലയാളത്തിലേക്ക് വരാം. ഹീബ്രു ഭാഷ പഠിച്ച് മലയാളത്തിലോട്ട് ബൈബിൾ എഴുതിയിട്ട് പിന്നെ മാനസാന്തരപ്പെട്ട ക്രിസ്ത്യാനിയായ ആളുകളുടെ ചരിത്രമാണ് നമുക്കുള്ളത് അല്ലേ? അപ്പോ ഹാഡ് ഇറ്റ് നോട്ട് ബീൻ ഫോർ ഗ്രീക്ക് എന്ന് ചോദിച്ചാൽ സോ വാട്ട്? ആ ഗ്രീക്കിന്റെ പ്രധാനപരമായ പരിഭാഷ കൊണ്ടല്ലല്ലോ ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് വേർഷൻ ഉണ്ടായത്. ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് വേർഷൻ ഉണ്ടായ ശേഷം, ശ്രദ്ധിച്ചോളാം, ആണ് ലോകവ്യാപകമായി വേദപുസ്തകം ഉണ്ടായത്. ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് ബൈബിൾ ഉണ്ടായ ശേഷമാണ് ലോകവ്യാപകമായ വേദപുസ്തകം വന്നത്, ട്രാൻസ്ലേഷൻ വന്നത്. ആ കിങ് ജെയിംസ് ബൈബിളിന്റെ ബേസിസ് എന്ന് പറയുന്നത്, വരും ദിവസങ്ങളിൽ അതിന്റെ ക്ലാസ് ഞാൻ ഒരുപാട് എടുക്കുന്നുണ്ട്. ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ മനസ്സിലാക്കും. ആ കിങ് ജെയിംസ് ബൈബിളിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഏതാണ്? ഹീബ്രു ബൈബിളാണ്, മോർ ദാൻ ഗ്രീക്ക്. ഇനി വേറൊരു കാര്യമുണ്ട്. ആ ഹീബ്രു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയാഞ്ഞത് കൊണ്ട്, ആർക്ക്? ടിൻഡേലിന്. അദ്ദേഹത്തിന് ഹീബ്രു അറിയാൻ കഴിഞ്ഞിട്ടല്ല, പക്ഷെ ഇംഗ്ലീഷിൽ അതിന് വാക്കില്ലായിരുന്നത് കൊണ്ട്, ഇംഗ്ലീഷിൽ അതിന് തുല്യമായ വാക്കില്ലായിരുന്നത് കൊണ്ട്
ടിൻഡേലിന് പലപ്പോഴും പല വാക്കുകളും സ്വന്തമായി എടുത്ത് എഴുതേണ്ടി വന്നു. ഇപ്പം യഹോവയുടെ ശബ്ദം മാൻപേടുകളെ പ്രസവിക്കുവാറാക്കുമെന്നൊക്കെ ഉള്ളത് അത് ഗ്രീക്കിൽ നിന്ന് എടുത്തതല്ല, കൃത്യമായിട്ട് ഹീബ്രുവിൽ നിന്ന് എടുത്തതാ. കാര്യം ഹീബ്രുവിൽ നിന്ന് എടുക്കുമ്പോഴാണ് മാൻപേട എന്ന വേർഡ് അവിടെ വരുന്നത്. അത് ഗ്രീക്കിൽ നിന്ന് എടുത്താൽ അത് കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞ ഗ്രീക്ക് ഉണ്ടാകുന്നത്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് വില്യം ടിൻഡേലിന് പോലും ആ 2 ഹീബ്രു ഉണ്ടല്ലോ, ഒന്ന് റൂണിക് സ്ക്രിപ്റ്റിലെ ഹീബ്രുവും മറ്റേത് അരാമിക് സ്ക്രിപ്റ്റിലെ ഹീബ്രുവും. റൂണിക്കിൽ നിന്ന് അരാമിക്കിലേക്ക് മാറിയപ്പോൾ, അരാമിക് സ്ക്രിപ്റ്റിലേക്ക് മാറിയപ്പം ഉണ്ടായ ഡിഫറൻസ്, സ്ലൈറ്റ് ഡിഫറൻസാ. ആ സ്ലൈറ്റ് ഡിഫറൻസ് വില്യം ടിൻഡേലിന് മിസ്സായി പോയത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തത്, നമുക്ക് ഈ മാൻപേടയുടെ പ്രസവം ഉണ്ടായത്. അല്ലെങ്കിൽ മാൻപേടയുടെ യഹോവയുടെ ശബ്ദം മാൻപേടയെ പ്രസവിക്കുവാറാക്കുന്നൊരു സെന്റൻസ് 29-ാം സങ്കീർത്തനത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പൊ ബേസിസ് എവിടെ ആയിരുന്നു? ഹീബ്രു ആയിരുന്നു. സപ്പോസ് there was no Greek, it wouldn't affect. We would still get the Bible at the time we got it. There is absolutely no doubt about it. ഗ്രീക്ക് ഉണ്ടായതുകൊണ്ടാണ് ലോകം മുഴുവൻ ബൈബിൾ ഉണ്ടായത് എന്നുള്ള അവിശ്വാസം, അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. സത്യം ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ. ലോകം മുഴുവൻ ബൈബിൾ ഉണ്ടായത് വില്യം ടിൻഡേലിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കിങ് ജെയിംസ് പബ്ലിഷ് ചെയ്തുകൊണ്ടാണ്. അതിനുശേഷമാണ് ലോകവ്യാപകമായ ബൈബിൾ ഉണ്ടായത്. That's what I got to say. Okay. I believe most of the questions are over. ഇനി നമുക്ക് അടുത്ത ഒരെണ്ണമുണ്ട്, ദൈവശക്തി എന്നുള്ള വിഷയത്തിലേക്ക് വരുന്നുണ്ട്. അതിനു മുമ്പ് ഏതെങ്കിലും ചോദ്യം ബാക്കിയുണ്ടോ? ഇനി കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ദേവദാസൻ ആദ്യം ചോദിച്ച അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്നുള്ള പാട്ടിനെ പറ്റി ഞാൻ പറഞ്ഞിട്ട്, ദൈവത്തിന് സാധിക്കാത്ത കാര്യമുണ്ടോ? ദൈവത്തിന് സകലവും സാധിക്കുമെന്നാണല്ലോ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബാബുജോൺ പാസ്റ്റർ എന്തിനാ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞ ചോദ്യം, ആ ചോദ്യം ഒരുപാട് ടൈം എടുത്ത് മറുപടി പറയേണ്ട ചോദ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് നമ്മുടെ ബൈബിൾ സ്റ്റഡി അല്ല ഇത്. പക്ഷെ നിങ്ങൾ എന്നെ ബൈബിൾ സ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യാതെ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. ക്ലിയർ ആയുള്ള ഫണ്ടമെന്റൽ ഇൻഫർമേഷൻ മാത്രം ഞാൻ തരാം. അത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജനറൽ ആൻഡ് പർട്ടിക്കുലറും റെസ്ട്രിക്റ്റീവ് ആൻഡ് നോൺ റെസ്ട്രിക്റ്റീവും ഈ 2 ടെർമിനോളജീസ് നമ്മൾ മനസ്സിലാക്കണം. അത് ജനറൽ ആയിട്ട് പറഞ്ഞതാണോ, അത് പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞതാണോ, അത് റെസ്ട്രിക്റ്റീവ് ആയിട്ട് പറഞ്ഞതാണോ, അത് നോൺ റെസ്ട്രിക്റ്റീവ് ആയിട്ട് പറഞ്ഞതാണോ? ഈ 2 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾക്ക് വലിയ പ്രോബ്ലം ഉണ്ടാകും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിന്റെ തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്നുള്ളത് ഫിലിപ്പിയിലെ സഭ പൗലോസിന് വരവ് ചെലവ് കാര്യത്തിൽ കൂട്ടായ്മ കാണിച്ചത് കൊണ്ട് അവരോട് പറഞ്ഞ റിപ്ലൈ ആണ്. എന്തല്ല, ഒറ്റ പൈസ സ്വതന്ത്രാച്ചിടത്തില്ല, ദൈവനാമത്തിന് ഒറ്റ പൈസ ചെലവഴിക്കത്തില്ല, 6 പിശുക്ക, പിന്നെ ദൈവം ബുദ്ധിമുട്ടെല്ലാം പൂർണ്ണമായി തീർത്തു തരും. ഇല്ല, സുവിശേഷ വേലയ്ക്ക് കൂട്ടായ്മ കാണിക്കുന്ന ദൈവമക്കൾക്ക് ഉള്ള റെസ്ട്രിക്റ്റീവ് പ്രോമിസ് ആണത്, നോൺ റെസ്ട്രിക്റ്റീവ് അല്ല. അത് നോൺ റെസ്ട്രിക്റ്റീവ് അല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഫിലിപ്പിലെ സഭ അവർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ തൻ്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞു. തൻ്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പൊ ഞാൻ സമൃദ്ധിയായിരിക്കുക, എനിക്ക് സമൃദ്ധിയായിരിക്കാനും ഉള്ള അവസ്ഥയിൽ അല്പാവ് വരുത്താനും ബുദ്ധിമുട്ടിലിരിക്കാനും ഞെരുക്കത്തിലിരിക്കാനും എല്ലാം ഞാൻ ശീലിച്ചു. മീൻസ് വിത്ത് എ ലിറ്റിൽ ഫൈനാൻസ് ഐ ക്യാൻ മാനേജ് എവറിഥിങ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞു.
അപ്പം വിത്ത് മൈ ഗോഡ്സ് ഹെൽപ്പ്, ദൈവത്തിന്റെ സഹായം കൊണ്ട് എൻ്റെ ചെറിയ ഫൈനാൻഷ്യൽ കേപ്പബിലിറ്റിയിലും എനിക്ക് എല്ലാ നീഡ്സും മീറ്റ് ചെയ്യാൻ കഴിയും. അതിന് ദൈവം എന്നെ ശക്തനാക്കുന്നു. മനസ്സിലായോ? അതാണ് കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റിൽ നിന്ന് ടെക്സ്റ്റിനെ എടുത്തു മാറ്റുക എന്നുള്ളത് നമ്മൾ കാണിക്കുന്ന ഏറ്റവും തെറ്റായ പ്രവണത. ഏറ്റവും തെറ്റായ പ്രവണത. എന്തുകൊണ്ടാണ് വ്യാഖ്യാന പെശകുകൾ ഉണ്ടാകുന്നത്? നമ്പർ 1, ടെക്സ്റ്റ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഈസ് എ പ്രീടെക്സ്റ്റ്. ടെക്സ്റ്റിനെ കോണ്ടെക്സ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്താൽ അതൊരു പ്രീടെക്സ്റ്റ് ആയി മാറും. അതിന് വേദപുസ്തകമായിട്ടൊരു ബന്ധമില്ല. ടെക്സ്റ്റ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഈസ് എ പ്രീടെക്സ്റ്റ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് സകലവും എന്നെ ശക്തനാക്കുമെന്ന് മുഖാന്തരം സാധിക്കുമെന്നല്ല. ആണെങ്കിൽ മെഡിറ്ററേനിയൻ കടലിനകത്ത് കപ്പൽ മുങ്ങുമ്പം ശക്തനാക്കുന്നവൻ പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് തടയാഞ്ഞത് എന്താ? ഞാൻ ഓരോ എക്സാമ്പിളാണ് പറഞ്ഞത്. ഇതുപോലെ സാധിക്കാതിരുന്ന കൂടെ കൊണ്ടുവന്ന സന്തത സഹചാരിയെ മിലേത്തയിൽ രോഗിയായി വിട്ടേച്ച് പോവുക, അവനെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ലുസ്ത്രയിൽ വെച്ച് 300 പേര് കല്ലുമായിട്ട് വളഞ്ഞു നിറഞ്ഞപ്പോ അതിൽ ഒരൊറ്റ കല്ലിനെ തടയാൻ ശക്തനാക്കുന്നതിന് മുഖാന്തരം കഴിഞ്ഞോ? ശക്തനാക്കുന്നതിന് അന്നേരം കൂടെ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞില്ലല്ലോ. ഈ സമയത്തൊന്നും ഈ ശക്തനാക്കുന്നവൻ പൗലോസിന്റെ കൂടെ ഇല്ലാതിരുന്നത് എപ്പോഴാ? ഒരു സമയത്തും ഇല്ലാതിരുന്നില്ല. പക്ഷെ ഇതൊന്നും തടഞ്ഞില്ല, അനുഭവിച്ചു തീർക്കുകയായിരുന്നു. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായനാകുന്നു എന്ന് പറഞ്ഞത് ഒരു റെസ്ട്രിക്റ്റീവ് സെൻസിലാണ് പറഞ്ഞത്. അതൊരു നോൺ റെസ്ട്രിക്റ്റീവ് സെൻസിൽ അല്ല. പക്ഷെങ്കിൽ വേദപുസ്തകത്തിലെ റെസ്ട്രിക്റ്റീവ് സെൻസ് എന്താണ്, നോൺ റെസ്ട്രിക്റ്റീവ് എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആളുകൾ വേദപുസ്തകം എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ പാവം വിശ്വാസി മനസ്സിലാക്കുന്നത് യേശു നിന്റെ കൂടെ ഉണ്ടോ നിനക്ക് സകലം സാധിക്കുമെന്ന്, കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് സകലം സാധിക്കുമെന്ന് ഈ പാവത്തിനെ പറഞ്ഞ് ഉറപ്പിച്ച് കളിപ്പിച്ച് വിടുക. ആര് ചെയ്യുന്നത്? ഈ ഉപദേശിമാര്. ഈ ഉപദേശി അങ്ങനെ പറഞ്ഞു തന്നുകൊണ്ട് ദൈവം അതുപോലെ ചെയ്യുന്നുണ്ടോ? എനിക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. ഞായറാഴ്ച ഉപദേശി അങ്ങനെ പറഞ്ഞാ കേട്ടത്. ഈ പാവം അത് വിശ്വസിച്ചു പോയി. ഇവൻ പറയുന്നതെല്ലാം ദൈവം അങ്ങ് ചെയ്യാതിരിക്കട്ടെ എന്നാ കുഴപ്പമില്ലായിരുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അവിടെ അല്ലയോ പ്രോബ്ലം. അവിടെ ആശയക്കുഴപ്പം എവിടെ ഉണ്ടായത്? ഞായറാഴ്ച സഭയെ പറഞ്ഞു കർത്താവ് നിന്നോടുണ്ട്, നിന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം നിനക്ക് സകലവും സാധ്യമാക്കുന്നു എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് ആമേൻ പറപ്പിച്ചു വിട്ടു. ഈ പുള്ളി പോയി സകലതും ശക്തനാകുന്ന മുഖാന്തരം ചെയ്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെ കൽപ്പിച്ചു. നടന്നുമില്ല. ആശയക്കുഴപ്പം ഉണ്ടായോ? ആശയക്കുഴപ്പമാണ്. ആരുടെ കുഴപ്പമാണ്? ദൈവത്തിന്റെ ആണോ? ദൈവത്തിന്റെ കുഴപ്പമല്ല. വചനത്തിന്റെ ആണോ? വചനത്തിന്റെ കുഴപ്പമല്ല. പിന്നെ ആരുടെ കുഴപ്പമാണ്? ഇത് തെറ്റിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്ത ഉപദേശിയുടെ കുഴപ്പമാണ്. മനസ്സിലായോ? ഇനി ദൈവത്തിന് സകലവും സാധിക്കുന്നു എന്നുള്ളതിൽ അത് പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ജനറൽ ആണോ പർട്ടിക്കുലർ ആണോ എന്ന് ആലോചിക്കണം. ഈസ് ഇറ്റ് ജനറൽ ഓർ ഈസ് ഇറ്റ് പർട്ടിക്കുലർ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ജനറൽ ആണോ പർട്ടിക്കുലർ ആണോ എന്ന് മനസ്സിലാക്കാത്ത ഉള്ള കഴിവ് ഈ വ്യാഖ്യാനിക്കുന്ന ആളിനില്ലെങ്കിൽ അത് വ്യാഖ്യാനിക്കുന്ന ആളിന്റെ കുഴപ്പമാ, ദൈവത്തിന്റെ കുഴപ്പമല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ കുഴപ്പമല്ല. അത് വ്യാഖ്യാനിച്ച ആളിന്റെ കുഴപ്പമാ. അതിനാ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. കേട്ടോണം. അതിനെപ്പറ്റി ഞാൻ 2 എക്സാമ്പിൾസ് പറഞ്ഞു. കാര്യം മുഴുവൻ നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾസ് വചനത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നും എടുത്തിട്ട് മൂലഭാഷയിൽ എന്താ പറഞ്ഞിരിക്കുന്ന ആ വാക്കിന്റെ അർത്ഥം വ്യാഖ്യാനിച്ച് പൊരുൾ തിരിച്ച് തന്നെ പറഞ്ഞു തരേണ്ടത്. പക്ഷെ അതിന് നമുക്ക് ഈ നിങ്ങൾ ഇന്ന് വെളുക്കോളം ഇരുന്നാലും തീരത്തില്ല. നേരം വെളുക്കുന്നവർ ഇരുന്നാൽ അത്രയും ഓരോ വാക്യത്തിലെ അർത്ഥം എന്താ പറഞ്ഞിരിക്കുന്നത് എനിക്ക് പറഞ്ഞു തീർക്കാൻ ഒക്കത്തില്ല. ഞാൻ 2 കാര്യം മാത്രം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനുള്ള ടൈം ഓൾറെഡി തീർന്നു. 1, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദൈവം വന്ന് അബ്രഹാമിനോട് പറയുന്നു, ഞാൻ സർവശക്തനായ ദൈവമാണ്,
അവിടെയാണ് സർവശക്തൻ, സകലവും സാധിക്കുന്നത് എന്നുള്ള വാക്ക് ആദ്യം വരുന്നത്. സകലവും സാധിക്കുന്ന എന്നുള്ള വാക്ക് ആദ്യം വരുന്നത് ഉൽപ്പത്തി 17:1. ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ഹേർട്ടാകരുത്. പക്ഷെ ഹേർട്ടാകാതെ എനിക്കിത് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ മലയാളത്തിലല്ല ബൈബിൾ എഴുതിയത്, ഇംഗ്ലീഷിലുമല്ല, എബ്രായ മൂലഭാഷയിലാണ്. ആ മൂലഭാഷയില് 4000 വർഷം മുമ്പ്, 4000 years ago, ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ഞാൻ പറയാൻ പോവാ. അവറാം അനി ഏൽ ഷദ് ആയി, അനി ഏൽ ഷദ് ആയി, ഞാൻ ഏൽ ഷദ് ആയ ദൈവമാ. എന്തോ ഏൽ ഷദ് ആയി? വില്യം ടിൻഡേൽ അത് ഓൾ മൈറ്റി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. അന്നത്തെ ഇംഗ്ലീഷ് നോക്കണം, അന്നത്തെ ഇംഗ്ലീഷിൽ അതിനേക്കാൾ നല്ലൊരു വാക്ക് ടിൻഡേലിന് കിട്ടാനില്ല. ഇന്നത്തെ ഇംഗ്ലീഷിൽ ഇല്ലെന്ന് പറയാം. അത് ഇംഗ്ലീഷിന്റെ കുഴപ്പമില്ലയോ? ദൈവം ഇംഗ്ലീഷിലല്ലല്ലോ പറഞ്ഞു. ദൈവം പറഞ്ഞ ഭാഷ ഏതാ? എബ്രാഹിം മൂലഭാഷ. അവിടെ എന്തുവാ ദൈവം പറഞ്ഞത്? അനി ഏൽ ഷദ് ആയി. ഞാൻ അതിന്റെ ഇംഗ്ലീഷ് ആദ്യം നിങ്ങളോടൊന്ന് പറയാം. The power that can compel nature to behave what is contrary to itself. ഈ പ്രകൃതിയുടെ ശക്തികൾ സഞ്ചരിക്കുന്ന ഒരു ഡിറക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു വേ ഓഫ് മൂവ്മെന്റ് ഉണ്ട്, അല്ലെ ലോ ഓഫ് നേച്ചർ ഉണ്ട്. ആ ലോ ഓഫ് നേച്ചറിനെ തടയാനോ അതിനെ വേറൊരു ഡയറക്ഷനിൽ തിരിച്ചുവിടാനോ ആർക്കും കഴിയത്തില്ല. പക്ഷെ ആ പ്രകൃതിയുടെ ശക്തിയെ, അതിൻ്റെ ലോ ഓഫ് നേച്ചറിനെ മറ്റൊരു ഡയറക്ഷനിലേക്ക് തിരിച്ചുവിടുവാൻ കഴിയുന്ന, തിരിച്ചു പോകണമെന്ന് അതിനോട് കൽപ്പിക്കുവാൻ കഴിയുന്ന ഒരുത്തൻ ഉണ്ട്. അയാളിന്റെ പേര് ഏൽ ഷദ് ആയി. ഇനാണ്. 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് പോകാൻ പോവാം. ഈ ഉദിച്ചു വരുന്ന സൂര്യനെ തടഞ്ഞു നിർത്താൻ ആർക്കും അവർ പറ്റത്തില്ല. സോളാർ സിസ്റ്റം മുഴുവൻ നിൽക്കണം സൂര്യൻ നിശ്ചലമാകണമെങ്കിൽ. പക്ഷെ യോശുവ പറഞ്ഞു, സൂര്യ നീ ഗിബയോനില്, ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിൽ നിൽക്കണമെന്ന്. സോളാർ സിസ്റ്റം മുഴുവൻ അവിടെ നിന്നു അല്ലേ? 99 വയസ്സുള്ള അബ്രഹാമിനോട് ദൈവം പറയാ, ഇനി നിനക്ക് പുത്രോത്പാദനത്തിലുള്ള ശക്തിയില്ല. അത് നിന്റെ ബോഡിയുടെ നേച്ചർ, ലോ ഓഫ് ദി നേച്ചർ ഓഫ് ദ ബോഡി നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. സാറായുടെ ഗർഭപാത്രവും നിർജ്ജീവമായി, ഫിനിഷ്ഡ്. ഇനി മക്കളുണ്ടാകണമെങ്കിൽ 30-ാമത്തെ 33-ാമത്തെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോകണം. ആ ആരോഗ്യം ഒഴുകിയിറങ്ങിപ്പോയ, അന്ന് ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിപ്പോയ ആരോഗ്യം തിരിച്ച് ശരീരത്തിൽ വന്ന് കയറണമെന്ന് അതിനോട് കൽപ്പിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ അബ്രഹാമേ? അങ്ങനെ കൽപ്പിക്കാൻ കഴിയുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേര് ഏൽ ഷദ് ആയി എന്ന. അതാ ഞാൻ കിട്ടിയോ? അവിടെ വില്യം ടിൻഡേൽ സർവശക്തൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വാക്ക് ഒറിജിനലി എന്താണെന്ന്. ഇനിയും 18-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നിന്നും ഒരാൾ എനിക്ക് കോട്ട് ചെയ്ത് അയച്ചു. യഹോവയിൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാൻ വീണ്ടും പറഞ്ഞ അതേ ടോപ്പിക്സിലേക്ക് തന്നെ തിരിച്ചു വരിക. ഏതാണെന്നറിയാമോ? മലയാളത്തിലല്ല, ഇംഗ്ലീഷിലുമല്ല എഴുതിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്നതും ബൈബിളും തമ്മിൽ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളിപ്പോ എവിടെ നിൽക്കുന്നെന്നും ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം. വേർ യു ആർ സ്റ്റാൻഡിങ് നൗ ആൻഡ് വാട്ട് ഈസ് റിട്ടൻ ഇൻ ദി ബൈബിൾ. മണി, നിങ്ങൾ നിൽക്കുന്ന ഇടവും എഴുതിയ തിരുവഴുത്തും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഇപ്പൊ എന്റെ തന്നെ വേറെ ഒരു സീരീസ് ഓഫ് പ്രോഗ്രാം ഉണ്ട്, തിരുവഴുത്തുകളിലേക്ക് തിരിച്ചു പോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തോ എഴുതി കിതാബിൽ എഴുതിയിരിക്കുന്നതെന്നോ അറിയണ്ട. ഇത് എന്താണെന്ന് അറിയാൻ വയ്യാതാണ് നമ്മൾ ഈ കസരത്തുമായിട്ട് നടക്കുന്നത്. അതും മനസ്സിലാകുന്നില്ല, അറിയത്തില്ലെന്നുള്ള സത്യവും മനസ്സിലാക്കുന്നില്ല. ദൈവം അബ്രഹാമിനോട് ഇരിക്കുന്ന, അബ്രഹാമേ, യഹോവയാൽ കഴിയാത്ത
വല്ല കാര്യമുണ്ടോ? അത് നമ്മുടെ മലയാളമാണ്. അങ്ങനെ മലയാളത്തിൽ എഴുതി തരുതായിരുന്നു. Is there anything too hard for the Lord? ഇംഗ്ലീഷ് അങ്ങനെ എഴുതരുതായിരുന്നു. ഇനിയും എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്? നമുക്ക് ഇവരുടെ ഭാഷയിലേക്ക് പോകാം. ദൈവം അബ്രഹാമിനോട് പറയുക, ഓ, അബ്രഹാം ഞെട്ടിപ്പോയി ഒരൊറ്റ സെന്റൻസിന്റെ മുമ്പിൽ. കേട്ടോണം, അതാണ് അവിടെ വേർഡ്. എന്റെ റൂട്ട് വേർഡ് പൽ ആൽ എന്നാണ്. പൽ ആൽ എന്ന വേർഡിൽ നിന്നാണ് പ്രാർത്ഥന എന്ന വാക്കുണ്ടായത്. അതിന്റെ അർത്ഥം അതിശയവാമണ്ണം അത്ഭുതം പ്രവർത്തിക്കുക എന്നാണ്. അതിന്റെ അർത്ഥം ഐ നീഡ് എ മിറക്കിൾ എന്നാണ്. ഐ നീഡ് എ മിറക്കിൾ എന്നാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രാർത്ഥന എന്ന വാക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നത് എവിടെ? ഉൽപ്പത്തി 18:14. പക്ഷെ നിങ്ങളുടെ മലയാളം ബൈബിൾ മുഴുവൻ തിരിച്ചും മറിച്ചും നോക്കിയാൽ ഇവിടെ ഈ വാക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ട്രാൻസ്ലേഷൻ പറഞ്ഞത്. ഇംഗ്ലീഷിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇംഗ്ലീഷിലും മലയാളത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം മാറുമോ? ഇംഗ്ലീഷിലും മലയാളത്തിലും അങ്ങനെ എഴുതിയിട്ടില്ല. യെസ്, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം മാറി എന്നാണ് അതിന്റെ അർത്ഥം? അല്ലല്ലോ. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? അബ്രഹാമേ, നടക്കത്തില്ലെന്ന് ലോകം നിന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒരത്ഭുതം പ്രവർത്തിക്കണമെന്ന് നിനക്ക് എന്നോട് ആവശ്യപ്പെടാൻ കഴിയുമോ? ഓ, തകർന്നുപോയി അബ്രഹാം. സാറായും തകർന്നുപോയി. ഒരൊറ്റ ചോദ്യത്തിന്റെ മുമ്പിൽ. നിന്റെ ശരീരം നിന്നോട് പറഞ്ഞില്ലയോ നടക്കത്തില്ലെന്ന്? വീട്ടിലെ വേലക്കാർ മുഴുവൻ പറഞ്ഞില്ലയോ ഇനി തള്ള പ്രസവിക്കത്തില്ലെന്ന്? നാട്ടുകാർ മുഴുവൻ പറഞ്ഞില്ലയോ ഇനി അവന് മോനുണ്ടാകത്തില്ലെന്ന്? നിന്നെ അറിയാവുന്നവർക്ക് മുഴുവൻ അറിയാമല്ലോ ഇനി നിനക്കൊരു സന്തതി ഉണ്ടാകത്തില്ലെന്ന്. അത് നടക്കാൻ പോകുന്നില്ല ലോകം മുഴുവൻ നിന്നോട് പറഞ്ഞില്ലയോ? അബ്രഹാമേ, നടക്കത്തില്ലെന്ന് ലോകം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നടത്തി തരണം എന്ന് നിനക്ക് നിന്റെ ദൈവമായ എന്നോട് പറയുവാൻ കഴിയുമോ? ചോദ്യമാ. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതാണത്. നമുക്ക് കിട്ടിയില്ല. നമുക്ക് ആ ട്രാൻസ്ലേഷൻ കിട്ടിയില്ല, അർത്ഥം കിട്ടിയില്ല. പ്രാർത്ഥന എന്ന വാക്ക് ആദ്യം ബൈബിളിൽ എഴുതിയിരിക്കുന്ന അവിടെ, മീൻ ചെയ്തിരിക്കുന്ന അവിടെ. അപ്പോ ദൈവത്തിന് സകലവും സാധിക്കുമെന്നുള്ള നിങ്ങളുടെ കോൺസെപ്റ്റിന്റെ ദൈവം ഓരോ പ്രാവശ്യവും അത് പറഞ്ഞപ്പോൾ അത് ഉപയോഗിച്ച വേദമാണ് ഏതാണെന്നും അതിന്റെ റെസ്ട്രിക്റ്റീവും നോൺ റെസ്ട്രിക്റ്റീവും അതിന്റെ പർട്ടിക്കുലറും ജനറൽ സെൻസും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകത്തില്ലായിരുന്നു. ഇനിയും അത് മനസ്സിലാക്കണമോ? ബൈബിൾ സ്റ്റഡി വെക്കാം. അറിയാവുന്ന ദൈവദാസന്മാരെ വിളിക്കുക. എന്നെ തന്നെ വിളിക്കണമെന്നില്ല. എന്നെക്കാട്ടിൽ അറിവും പ്രാഗൽഭ്യവും പരിജ്ഞാനവും ക്വാളിഫിക്കേഷനും ഉള്ള ധാരാളം ദൈവമക്കളുള്ള ഒരു ഫീൽഡാണ് നമ്മുടെ. വിളിച്ചു ചോദിക്കണം, വേദപുസ്തകം റെസ്ട്രിക്റ്റീവ് നോൺ റെസ്ട്രിക്റ്റീവ് സെൻസിൽ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? ഇല്ലേ പറ്റുന്ന പ്രോബ്ലം എന്താ? ഒരാൾക്കുള്ള മരുന്ന് വേറൊരാൾക്ക് എടുത്ത് കൊടുക്കുന്ന പോലെ. കുറിപ്പടി കൊടുത്തു, ഒരു രോഗിയുടെ മരുന്ന് മറ്റേ രോഗിക്ക് കൊടുത്തു. എങ്ങനെ ഇരിക്കും? ഒരുത്തനോട് പറഞ്ഞ കാര്യമാ, അത് നീയുമായിട്ട് ആപ്ലിക്കബിൾ അല്ല, അത് നിനക്ക് ആപ്ലിക്കബിൾ എന്ന് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ബൈബിൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ശരിയാ. ഡസ് ഇറ്റ് അപ്പീൽ ടു യു? അത് ഏത് കോണ്ടെക്സ്റ്റിൽ ആരോടെ പറഞ്ഞത്? അത് റെസ്ട്രിക്റ്റീവ് ആണെങ്കിൽ അത് അവിടെ കൊണ്ട് തീരുന്നതാ. നോൺ റെസ്ട്രിക്റ്റീവ് ആണെങ്കിലോ അത് നിനക്ക് ആപ്ലിക്കബിളാ. അത് കണ്ടീഷനിലാണെങ്കിലോ നീ ആ കണ്ടീഷൻ സെർവ് ചെയ്യുമ്പോഴാ. അത് നോൺ കണ്ടീഷനിലാണെങ്കിലോ ഒരു കണ്ടീഷൻ സെർവ് ചെയ്യണ്ട. പിടികിട്ടിയോ? ഇതൊന്നും മനസ്സിലാക്കാതെ ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സ്വർഗത്തിൽ നിന്ന് പിശാചിനെ ദൈവത്തിന്റെ മുമ്പ് പുറത്താക്കാൻ പറ്റും? ഇറങ്ങടാ പുറത്ത്, നിന്നെ മേലാലൂടെ കണ്ടുപോയെന്ന് പറയാൻ പറ്റുമോ? പറ്റും. ഒരു സമയം വരും, നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം അവൻ എന്നത്തേക്കും പുറത്താക്കും. ഇപ്പോഴോ പറ്റത്തില്ല. ദൈവത്തിന് കഴിയാത്ത
കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ദൈവദാസന്റെ ചോദ്യത്തിന് വളരെ പ്രസക്തമായുണ്ട് ഒറ്റ വാക്കിൽ ഇനി മറുപടി പറയാൻ പോവാ. ദൈവം റൈച്ചസ് ഗോഡ് അല്ലെങ്കിൽ നീതിമാനായ ദൈവം. ദൈവത്തിന്റെ നീതി കോംപ്രമൈസ് ചെയ്യുന്ന ഒരൊറ്റ കാര്യത്തിലും ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ ശക്തി കൊണ്ട് ദൈവം അത് മാറ്റിക്കളഞ്ഞാൽ ദൈവത്തിന്റെ നീതി കോംപ്രമൈസ് ചെയ്യപ്പെടും. പിന്നെ ദൈവമല്ല. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആക്കേണ്ടതിന് വേണ്ടി അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുന്നതിന് ദൈവം അവനെ പരസ്യമായി നിർത്തി. ദൈവനീതി പുത്രനിൽ വെളിപ്പെടുത്താൻ നേരത്ത് അതിന്റെ തീവ്രത കണ്ട പുത്രൻ ചോദിച്ചു, പിതാവേ, കഴിയുമോ ഈ പാനപാത്രം നീക്കി തരാൻ? കഴിയത്തില്ല. കാരണം പാനപാത്രം നീങ്ങിപ്പോയാൽ ഇനി മനുഷ്യവർഗത്തിന് നീതി ലഭിക്കാൻ ഒരു മാർഗവും ഇല്ല. ഈ പാനപാത്രം മാറ്റിയാൽ പാനപാത്രം മാറ്റാൻ ദൈവത്തിന് കഴിയത്തില്ല. ദൈവത്തിന്റെ നീതി എവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു അവിടെ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നില്ല. God does not work. ഇത് പറഞ്ഞിട്ട് ഇനി ബാക്കി മുഴുവൻ എടുക്കുന്ന എക്സാമ്പിൾസും ഇപ്പം വൈറ്റ് ഫല യഹോവ ദവാർ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പൊരുൾ തിരിച്ചു തരേണ്ടതാണെങ്കിലും എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ക്ലാസ് ഏതാണ്ട് കഴിയാറുമായി. 3-4 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതേ ഉള്ളൂ. ഇനിയും എത്ര മിനിറ്റിന്റെ മുമ്പും ബാക്കിയുണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴറിയത്തില്ല. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദേവദാസൻ എനിക്കതൊന്ന് പറഞ്ഞു തന്നാൽ അതിനനുസരിച്ച് ബാക്കി കാര്യം ചെയ്യാമായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇതില് 1 മണിക്കൂറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 15 to 30 മിനിറ്റ്സ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നെങ്കിൽ അതിന് ആൻസർ പറയാനുള്ള. അല്ല, ഇനി എനിക്ക് എത്ര സമയം ക്ലാസ് എടുക്കാൻ ഇനി ടൈം ഉണ്ടോ? ഇനിയൊരു 10-15 മിനിറ്റ് കൂടെ ഉപയോഗിക്കാം. 10-15 മിനിറ്റ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് എറേഴ്സ് ഇൻ ഇന്റർപ്രിട്ടേഷൻ, വചനവും വ്യാഖ്യാന തെറ്റുകളും എന്ന വിഷയത്തിലേക്ക് വരിക. വചനവും വ്യാഖ്യാന തെറ്റുകളും എന്ന വിഷയത്തിന്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞാൻ അതിലാദ്യം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, വചനം വ്യാഖ്യാനിക്കുന്ന പൊരുൾ തിരിക്കുന്ന നമ്മൾ എവിടെ നിൽക്കുന്നുവെന്ന് നമ്മൾ തന്നെ അറിയണം. നമ്മൾ എവിടെ? നമ്മുടെ തിയോളജിക്കൽ ഡോക്ട്രൈനൽ സ്റ്റാൻസ്. എന്താണ്? പല ദൈവദാസന്മാരോട് നമ്മൾ ചോദിക്കുക, കർത്തൃദാസന്റെ തിയോളജിക്കൽ സ്റ്റാൻസ് എന്താ? അത് ഞാൻ ദൈവം എനിക്ക് പ്രകാശിപ്പിച്ചതനുസരിച്ച് ഞാൻ പ്രസംഗിക്കാം. ഒരുപാട് പേരോട് നിങ്ങളുടെ തിയോളജിക്കൽ സ്റ്റാൻഡ് എന്താണ്, അല്ലെ ഡോക്ട്രൈനൽ സ്റ്റാൻഡ് എന്താ എന്ന് ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ അവരതിന് ഈ തിയോളജിയും ഡോക്ടറിനും ഒക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിനെപ്പറ്റി യാതൊരു വെളിവും വിളിയാച്ചില്ല. ഞാനിപ്പം നിങ്ങൾക്ക് ഈ പൗലോസ് തിരുവത്താഴത്തിന്റെ കാര്യം എഴുതിയപ്പോ അവനവൻ തന്നെത്താൻ ശോധനയിലോട്ടാണ് ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുന്ന പറഞ്ഞ പോലെ ഞാൻ ആ 3 തിയോളജിക്കൽ ഡോക്ട്രൈനൽ സ്റ്റാൻസ് നിങ്ങൾക്ക് സ്ക്രീൻ ഒന്ന് കാണിച്ചാട്ടോ. സ്ക്രീൻ ഷെയർ പ്ലീസ്. കാണിച്ചു തന്നിട്ട് ഇതിലേതാണ് നിങ്ങളുടെ തിയോളജിക്കൽ ഡോക്ട്രൈനൽ സ്റ്റാൻഡ് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് തീരുമാനിക്കുക. എന്നിട്ട് ഞാനത് 3 പറഞ്ഞുതരാം. ഒന്ന് ലീഗലിസം എന്നും, മറ്റേത് ലൈസൻസ് എന്നും, 3ാമത്തെ ലിബർട്ടി എന്നും പറയും. ഇനി ടൈം തീരും പറയണേ. ലീഗലിസം, ലൈസൻസ് ആൻഡ് ലിബർട്ടി, ഈ 3ൽ ഏതിലാണ് നിങ്ങൾ നിൽക്കുന്നത്? ആദ്യം നിങ്ങൾ ഇത്രയും നാള് പ്രസംഗിച്ച പ്രസംഗങ്ങൾ അല്ലെങ്കിൽ പഠിപ്പിച്ച ബൈബിൾ സ്റ്റഡീസിന്റെ ബേസിസിൽ ഇതിലേത് സ്റ്റാൻഡാണ് നിങ്ങളുടെ, അല്ലെ നിങ്ങളുടെ ക്രിസ്ത്യൻ തിങ്കിങ് ഇതിലേതാണ്? Are you able to identify it? That's my question to you. If you are able to identify it, then you have scored. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല എൻ്റെ വിഷയം.
ലീഗലിസം ശരിയാണോ, ലൈസൻസ് ശരിയാണോ, ലിബർട്ടി തെറ്റാണോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം ഇതിലേതിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പ്ലീസ് ആക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് യു ആർ ദ തീഫ് ഇൻ ദ ഷിപ്പ്. ഈ കള്ളലിലെ കപ്പൻ നിങ്ങളാ, ഈ കപ്പലിലെ കള്ളൻ നിങ്ങളാ. ഏത് ഈ വചനം തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ആ തെറ്റുകാരൻ നിങ്ങളാ. കാരണം നിങ്ങൾ തന്നെ എവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. അറിയാമെങ്കിൽ യു ആർ ഫൈൻ. ഇഫ് നോ യു ആർ ഫൈൻ. ബട്ട് ഇഫ് യു ഡോണ്ട് നോ, unknowingly you are misleading your listeners. Please accept that fact. ഇത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അറിയാതെ നിങ്ങൾ നിങ്ങളുടെ ലിസണേഴ്സിനെ മിസ്ലീഡ് ചെയ്യുക. കുരുടൻ കുരുടനെ വഴികാട്ടുക. കുരുടൻ കുരുടനെ വഴികാട്ടുക. ഒരുപാട് രാജ്യങ്ങളിലും സഭകളിലും സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്ത അനുഭവത്തിൽ നിന്ന് എനിക്ക് വേദനയോട് പറയാൻ കഴിയുന്നത് ഇതാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. കുരുടൻ കുരുടനെ വഴികാട്ടുക. രണ്ടു കൂട്ടർക്കും അറിയത്തില്ല. ഈ പ്രസംഗിക്കുന്നവൻ കണ്ണുകൂട്ടനാന്ന്, കണ്ണുകൂട്ടെന്ന് പറഞ്ഞാൽ വചനപ്രകാരമായി. അന്ധനാന്ന് കേൾക്കുന്നവർക്കും അറിയത്തില്ല. ഈ കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാകത്തില്ല എന്നുള്ള കാര്യം പ്രസംഗിക്കുന്നവർക്കും അറിയത്തില്ല. വേദപുസ്തകത്തിൽ വിശുദ്ധ പഴയ നിയമത്തിൽ 613 നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്, കൽപ്പനകൾ. ഈ 613 കൽപ്പനകളിൽ ഒരെണ്ണം നീ തെറ്റിച്ചാൽ ഇന്ന് ദൈവം നിന്നെ കാച്ചിക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ നീ ഉടനെ അതിന്റെ പരിഹാരക്രിയ ചെയ്തോണം. നീ ഉടനെ അതിന്റെ പരിഹാരക്രിയ ചെയ്തോണം. ഇന്നതാണ് തെറ്റിച്ചെങ്കിൽ ഇന്നതാ പരിഹാരം, ഇന്നതാ തെറ്റിച്ചെങ്കിൽ ഇന്നതാ പരിഹാരം, ഇന്നതാ തെറ്റിച്ചെങ്കിൽ ഇന്നതാ പരിഹാരം. വേദപുസ്തകം ശ്രദ്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിശുദ്ധ പഴയ നിയമങ്ങൾ വായിക്കുമ്പോൾ, അത് മുഴുവനും സെറ്റ്സ് ഓഫ് ലോ ആൻഡ് റെഗുലേഷൻ. അതിൽ ഒരെണ്ണം നീ തെറ്റിച്ചാൽ നിനക്ക് കടുത്ത ശിക്ഷ ഉണ്ടാകും. ഈ തിയറി, ഈ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ് തിയോളജി, ഈ ടീച്ചിങ് അല്ലെങ്കിൽ ഈ ഡോക്ടർ, ഇതിനെയാണ് ലീഗലിസം എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ ആദ്യത്തെ ക്ലാസ്സിലെ കായ്ക്കാത്ത കൊമ്പിനെ നീക്കിക്കളയും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ കായ്ക്കാത്ത കൊമ്പിനെ നീക്കിക്കളയുമെന്നുള്ളത് ആ വ്യാഖ്യാനം ഏത് ബേസിസിലാണെന്നറിയാമോ? ഇറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ലീഗലിസം. നീ കാലം കായ്ക്കുന്നില്ലയോ, നിന്നെ കാച്ചിക്കളയും. ഫിനിഷ്ഡ്, തീർന്നു. അപ്പോൾ അതിന് സബ്സ്റ്റാൻഷിയബിളായ വേദപുസ്തക വാക്യങ്ങൾ എടുത്തുകൊണ്ട് ആ കാര്യം തെളിയിക്കുക. മനസ്സിലായോ? ഇതാണ് ലീഗലിസം എന്ന് പറയുന്നത്. ദാറ്റ്സ് വൺ തിങ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കുന്ന കാര്യവും ഞാൻ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ടു സിൻ ഓർ മിസ്റ്റേക്സ് ഓർ പ്രോബ്ലംസ് ഓർ ഫെയിലിയേഴ്സ്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിയോളജിക്കൽ ഡോക്ട്രിനൽ സ്റ്റാൻഡ് ബേസിസ്. അതാണ് ലീഗലിസം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പുത്രന് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി. ഇപ്പൊ നമ്മൾ ആരായി? സാക്ഷാൽ സ്വതന്ത്രരായി. സ്വതന്ത്രരായി കഴിഞ്ഞപ്പോഴോ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ പ്രൊട്ടസ്റ്റന്റാനിസം തുടങ്ങിയ ഫാദേഴ്സ് വേദപുസ്തകം മുഴുവൻ ശരിയായിട്ട് മനസ്സിലാക്കിക്കൊണ്ടല്ല പ്രൊട്ടസ്റ്റന്റാനിസം തുടങ്ങിയെന്നുള്ളത് ഒരുപക്ഷെ ആദ്യം നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടായിരിക്കാം. കാര്യം ബാക്കി എല്ലാവരും അവർ പറഞ്ഞ മുഴുവൻ ശരിയാന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കെടുക്കാം മാർട്ടിൻ ലൂഥർ എന്താ? മാർട്ടിൻ ലൂഥർ ആണല്ലോ ഈ പ്രൊട്ടസ്റ്റന്റാനിസം തുടങ്ങുന്നത്. മാർട്ടിൻ ലൂഥർ എന്താ പ്രസംഗിച്ചത്? Commit sin as vehemently as you can, because in the end of the day, God has no choice but to forgive. കേട്ടോണേ, നിങ്ങൾ എത്രയും ശക്തിയായിട്ട് പാപം ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇൻ ദ എൻഡ് ഓഫ് ദ ഡേ ക്ഷമ ചോദിച്ചാൽ മതി, ദൈവം ക്ഷമിക്കും. ക്ഷമിക്കാതെ ദൈവത്തിന് ഒരു മാർഗവുമില്ല. മീൻസ് യു ആർ ഫ്രീ ടു സിൻ, but repent and God will forgive. സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് ക്രിസ്തുവോ നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ, നാം തന്റെ പുത്രന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട ശേഷം
അവൻ നമ്മെ പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് എത്ര അധികം മോചിപ്പിക്കും. അപ്പൊ നമ്മൾ പാപികളായിരുന്നപ്പോൾ ചെയ്ത പാപം തന്നെ കർത്താവ് ക്ഷമിച്ചു. അന്ന് പാപിയായിരുന്നു. ഇപ്പൊ മക്കളായി കഴിഞ്ഞപ്പോഴോ അതിനേക്കാൾ എത്രയോ അധികമാണ് നമുക്ക് കിട്ടുന്ന പാപക്ഷമ. അപ്പൊ ഈ ഡോക്ട്രിൻ എന്താ പറയുന്നത്? ഈ തിയോളജിക്ക് എന്താ പറയുന്നത്? ഇതിന് ലൈസൻസ് എന്ന് പറയുന്നത്. ലൈസൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തേത്. അപ്പം തേർഡ് എന്ന് പറഞ്ഞാൽ ലിബർട്ടി. ലിബർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പാപികളായിരുന്നു. പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിന്റെ ദാസനാണ്. പുത്രൻ വന്നിട്ട് നമ്മളെ സ്വതന്ത്രരാക്കി. എന്തിനു വേണ്ടി സ്വതന്ത്രരാക്കി? Now you are free not to sin. കിട്ടിയോ? You are free not to sin. അതിനുള്ള ലിബർട്ടിയെ കിട്ടിയത്. ഇനി മറ്റൊരുത്തനോ അവൻ എത്ര നോക്കിയാലും അവൻ ആ പാപം ചെയ്യുന്ന സമയത്ത് ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. ആ കള്ള് കുടിക്കേണ്ട സമയത്ത് കുടിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഒരുത്തൻ ബീഡി വലിക്കുന്ന കണ്ടാൽ അവന് മേടിച്ചൊരു പുക എടുക്കാതിരിക്കാൻ കഴിയത്തില്ല. മറ്റു പല പല കൊള്ളരാളുടെ ലിസ്റ്റ് ഞാൻ പറയുന്നില്ല. അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. കാര്യം അവൻ അതിന്റെ ദാസനാണ്. കർത്താവ് എന്ത് ചെയ്തു? നമ്മെ അതിൽ നിന്ന് സ്വതന്ത്രരാക്കി. ഇതിൽ സ്വതന്ത്രരാക്കി? ഈ സകല പാപത്തിൽ നിന്നും സകല റോങ്സിൽ നിന്നും സ്വതന്ത്രരായി കഴിഞ്ഞപ്പം now we are free not to commit mistakes. We are free not to do wrong things. തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ, എന്തിനാണ് തിരിച്ചു പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ മനസാക്ഷി കുത്തുന്ന ഒരു ഒറ്റ കാര്യമുണ്ടായാൽ ആ മൊമെന്റിൽ ലോർഡ് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തടഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കുക. നമ്മൾ ദൈവമക്കളാണെന്നുള്ളതിന്റെ ഒരു എവിഡൻസ് ആണ്. 4 എവിഡൻസ് ഉണ്ട്. അതിൽ മൂന്നാമത്തെ എവിഡൻസ് ആണ് ഏതാ? പിന്നെ മോറൽ എവിഡൻസ് എന്ന് പറയുന്നത്. മനസാക്ഷി കുറ്റുന്നു. ആ മൊമെന്റിൽ നമുക്കെല്ലാം സ്വാതന്ത്ര്യം തരും ദൈവം നമ്മളെ സ്വതന്ത്രരാക്കും. ദാറ്റ് ഈസ് അനദർ ഡോക്ട്രിൻ. Now the question, what is my doctrine? എന്റെ തിയോളജിക്കൽ ഡോക്ട്രിനൽ സ്റ്റാൻഡ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, I speak the gospel of liberty. I speak the Bible of liberty. എന്ത് ലിബർട്ടി? പാപം ചെയ്യാതിരിക്കാൻ, തെറ്റ് ചെയ്യാതിരിക്കാൻ, വീണ് പോകാതിരിക്കാൻ, വചനം മുറുകെ പിടിക്കുന്നത്, വചനത്തിൽ അകന്നു മാറാതിരിക്കാൻ, വചനം സൂക്ഷ്മതയോടെ പരിശോധിക്കാൻ, അതിനുള്ള ലിബർട്ടി. അതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതും അതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എൻ്റെ തിയറി അതാ, എൻ്റെ തിയോളജിയും അതാണ്. ദാറ്റ്സ് വെയർ ഐ എം സ്റ്റാൻഡിങ്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് you decide what is it that you stand on. Second thing is, ആ ബേസിലാണോ നിങ്ങൾ വചനം ഡിവൈഡ് ചെയ്ത്? എത്ര മിനിറ്റ് ഉണ്ട് ഇനി? ഓക്കെ, ഇത് മനസ്സിലായിക്കോണം. ഇനിയും ഒരു സ്ക്രീനിലൂടെ കാണിച്ചിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്താൻ പോവാണ്. കാര്യം ക്വസ്റ്റ്യൻ ആൻസറിന് വേണ്ടിയുള്ള സെഷൻസ് ഉള്ളതുകൊണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, പക്ഷേ എൻ്റെ പാർട്ടിസിപ്പൻസിൽ ഒരാൾ ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ആ കാര്യം ഒരു എക്സാമ്പിൾ സഹിതം വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിലെ റെപ്പിറ്റേഷൻ ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവാണ്. വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്നൊരു ഭാഗം നാം പൊരുൾ തിരിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ കർത്താവ് ചെയ്തത്? കർത്താവ് എങ്ങനെ ചെയ്തു അങ്ങനെ പഠിപ്പിച്ചാൽ മതി, അതിനപ്പുറം പോകേണ്ട കാര്യമില്ലല്ലോ. കർത്താവ് വചനം പഠിപ്പിച്ചത് ജെനിസിസ്, എറ്റിമോളജി, മൊറാലിറ്റി ആൻഡ് ഡെസ്റ്റിനി. 1 ജെനിസിസ്. ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ആദ്യം അതിൻ്റെ ജെനിസിസ്, അതിൻ്റെ പ്രാരംഭം, അത് എവിടെയാ തുടങ്ങിയത് എന്ന് പറയണം. അത് മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് എന്തിനു വേണ്ടിയാ തുടങ്ങിയത്, ആർക്ക് വേണ്ടിയാ തുടങ്ങിയത്, അത് നമുക്കുള്ളതാണോ, നമുക്ക് ബാധകമാണോ എന്നുള്ളത് അറിയാൻ കഴിയത്തുള്ളൂ.
ലാമേക്ക് എന്ന ദുഷ്ടൻ ഭാര്യമാരെ പിടിച്ച് നിരത്തിയെടുത്തിട്ട് അവരോട് കുറെ ഭാര്യമാരോട് പറയാം, എന്റെ മുറിവിന് പോലും ഒരു പുരുഷനെ, എന്റെ പരിക്കിന് പോലും ഒരു മനുഷ്യനെയും ഞാൻ കൊല്ലും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ മിനിയെ പുറത്ത് കരുതി പറയും, ഇനി ഞാൻ ജോലിക്ക് പോവാ, ഏതെങ്കിലും ഒരുത്തിന് എന്നെ എന്തെങ്കിലും ചെയ്താൽ അവനെ ഞാൻ കൊണ്ടുവരും. വചനത്തിൽ അടിസ്ഥാനമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? അത് ലാമയെ കയല ഭാര്യയോട് പറഞ്ഞ കാര്യമാണ്, നമുക്ക് ബാധകമായ കാര്യമല്ലത്, വേദപുസ്തകത്തിന്റെ ഉപദേശമല്ലത്. സോ ജെനിസിസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം എവിടെയാണ് തുടങ്ങിയത്? അപ്പം നമ്മളുമായിട്ട് ബന്ധമുണ്ടോ? 2, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും അതിൻ്റെ അർത്ഥവും, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും അതിൻ്റെ അർത്ഥം. ഇതാണ് ബൈബിൾ ഇന്റർപ്രിട്ടേഷന്റെ ഏറ്റവും വലിയ പ്രോബ്ലം, ദി വേസ്റ്റ് എവർ പ്രോബ്ലം. ദ വേസ്റ്റ് എഡിറ്റേഴ്സ് ഡെവിൾ എന്ന് പറയുന്ന പോലെ ഇന്റർപ്രിട്ടേഴ്സ് ഡെവിൾ ആണ്. ഞാൻ ഉൽപ്പത്തി 18:14 നിങ്ങളോട് പറഞ്ഞു, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് പറയുന്നത് വേറെയാ. എത്രയോ 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 എണ്ണമില്ലാത്ത മൈലുകൾക്ക് അപ്പുറത്ത് കിടക്കുക എൻ്റെ റിയൽ മീനിങ്. എറ്റിമോളജി എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്താണ്, വാക്കിന്റെ അർത്ഥം എന്താണ്. 3-ാമത്തെ കാര്യം മൊറാലിറ്റി. അവിടെ പറഞ്ഞിരിക്കുന്ന മോറൽ സ്പിരിച്വൽ ഇഷ്യൂസ് ഉണ്ട്. അത് ഇന്ന് നമുക്ക് ബാധകമാണോ, നമുക്ക് ബാധകമായ കാര്യമാണോ അതിൽ പറഞ്ഞിരിക്കുന്ന മോറൽ സ്പെഷ്യൽ ഇഷ്യൂസ്? 4-ാമത്തെ കാര്യം, ഇത് എങ്ങോട്ടാ പോന്നേ? വേർ ഈസ് ദിസ് പർട്ടിക്കുലർ ടോപ്പിക്സ് ഫ്രം ദ ബൈബിൾ ലീഡിങ് അസ് ടുവാർഡ്സ്? നമ്മളെ ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അതറിയണ്ടായോ? ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് 45-ാമത്തെ സങ്കീർത്തനം. 45-ാം സങ്കീർത്തനത്തെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞത് നമുക്കെടുക്കാം. നിങ്ങൾക്ക് ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം, നിങ്ങൾ ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇന്റർനെറ്റിൽ പോയി ഡോക്ടർ ബാബു ജോൺ വേട്ടവൽ എന്ന് അടിച്ചിട്ട് അവിടെ നിങ്ങൾ സാംസ് 42 ബൈ ഡോക്ടർ ബാബു ജോൺ വേട്ടവൽ അടിച്ചിട്ടാണ്. സാംസ് 42 42-ാമത്തെ സങ്കീർത്തനം, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന ആ സങ്കീർത്തനം ഞാൻ ഇതേ പാറ്റേണിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രസംഗമായിരുന്നു, ചർച്ച പ്രസംഗിച്ചതാണ്. ഈ സെയിം പാറ്റേണിൽ, എക്സാക്ട്ലി ഈ പാറ്റേണിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു എക്സാമ്പിളും പറഞ്ഞുതരാം. ഒബേദിയാവിന്റെ പുസ്തകം ഒബേദിയാവ് സ്റ്റഡി ഇന്റർനെറ്റ് കിടപ്പുണ്ട്, നിങ്ങൾ നോക്കണം. ഞാൻ ഈ പറഞ്ഞ ഈ 4 സ്ട്രക്ചർ വെച്ച്, കറക്റ്റ് 4 പാറ്റേൺ വെച്ചാണ് ഒബേദിയാവ് സ്റ്റഡി കൊടുത്തിരിക്കുന്നത്. 45 സങ്കീർത്തനത്തിൽ ജെനിസിസ് എവിടെയാ? ശലോമോനെ കൊണ്ട് ദാവീദിന് മോനെ കല്യാണം കഴിപ്പിക്കണം. ആരുടെ? ഫറവോന്റെ മോളെ. 2 പേർക്ക് ഇഷ്ടമല്ല. പിന്നെ ഉണ്ടായ പ്രോബ്ലം ഞാൻ പറഞ്ഞു. ഈ പെണ്ണിനെ അവിടുന്ന് കൊണ്ടുവന്ന് യെരുശലേമിന് പുറത്ത് ഒരു കൂടാരം അടുപ്പിച്ച് താമസിപ്പിക്കുക. ഈ പെണ്ണോടെ മോങ്ങിയിരിക്കുകയാണ്. കല്യാണത്തിന്റെ അന്ന് കരഞ്ഞും പിഴിഞ്ഞും കൊണ്ട് ഈ പെണ്ണ് കയറുന്ന ഒരു സ്ഥിതി എന്തോ ചെയ്യാം? ഈ പെണ്ണെ അന്ന് ഒരു സിനിമ ആയിട്ട് പഠിപ്പിക്കാം, ഒരു പാട്ട് കേൾപ്പിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല, അന്ന് സിനിമ ഒന്നുമില്ല. അപ്പൊ വിചാരിച്ചു ഈ പെണ്ണെ നല്ലൊരു പാട്ട് പഠിക്കാപ്പിക്കാം. ദാവീദ് തന്നെ എഴുതിയതാണ്, കൗരവപുത്രന്മാർക്ക് ട്യൂൺ ചെയ്യാൻ കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ കൗരവപുത്രന്മാരുടെ സങ്കീർത്തനം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവി, എൻ്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയും. നിന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലെ ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. ഇതൊക്കെ ആരെ പറ്റി പറയുന്നതാ കേട്ടോണേ. ഇനി അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്യങ്ങൾ നമുക്ക് എടുക്കാം. വീരനായുള്ളവേ നിന്റെ വാൾ അരക്കി കെട്ടാൻ. കല്യാണത്തിന്റെ അന്ന് നമ്മുടെ ഉപദേശി ഞാൻ പാസ്റ്റർ ചെറുക്കനെ വായിച്ച് കേൾപ്പിക്കുക, വീരനായുള്ളവേ നിന്റെ വാൾ അരക്കി കെട്ടാൻ. മനസ്സിലായോ? അല്ലയോ കുമാരി, നോക്കുക, കേൾക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെ നിന്റെ പിതൃമാനത്തെ മറക്കാൻ. ഈ തന്ത ഇവളെ കല്യാണം കഴിപ്പിക്കാൻ കുടുംബസ്വത്ത് അടക്കം കൊണ്ട് മുത്തിട്ട് പണയം വെച്ചിട്ടാണ് പൈസ എടുത്തിരിക്കുന്നത്. അതെങ്ങനെ കൊടുക്കുമെന്ന് അയാൾക്കറിയാം. അങ്ങനെയാണ് ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയിട്ട് ഈ പെണ്ണെ കല്യാണം കഴിപ്പിക്കുന്നത്. ആ തന്തയോട് ഈ പെണ്ണിനെയും ഉണ്ടാകേണ്ട ആറ്റിറ്റ്യൂഡാ, സ്വജനത്തെയും നിന്റെ അപ്പനുണ്ടല്ലോ ആ പാവം കൃഷിക്കാരൻ, അവനെ മറന്നേക്കാൻ. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകർഷണനാകും. പിന്നെ സോർനിവാസികൾ, ജനത്തിലെ മൂപ്പന്മാർ കാഴ്ച വെച്ച് നിന്റെ മുഖപ്രസാദം തേടും. ഈ പെണ്ണിന്റെയോ? ഞാൻ ചോദിച്ചോട്ടെ, ഇതിലെ മോറൽ ഇഷ്യൂസ് നിങ്ങൾക്ക് മനസ്സിലായോ? കല്യാണത്തിന് നിന്ന് വായിച്ച് കേൾപ്പിക്കുക.
ഇതിൽ മോറൽ ഇഷ്യൂസ് മനസ്സിലായോ? വേർ ഈസ് ഇറ്റ് ലീഡിങ് ടുവേർഡ്സ്? ഇനിയും ഈ സങ്കീർത്തനം എന്തുകൊണ്ട് വേദപുസ്തകത്തിൽ വന്നിരിക്കുന്നുള്ളതിന് വേറൊരു റീസൺ ഉണ്ട്. അതിവിടെ എനിക്ക് പറയാൻ സമയമില്ല. അതിന്റെ എക്സിസ്റ്റൻഷ്യൽ റീസൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക്സ് എടുക്കുകയാണെങ്കിൽ അന്നേരം പറയാം. എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഒരുപാട് സ്ക്രീൻ പ്രിപ്പയർ ചെയ്യേണ്ട വന്നത്, അതൊന്നും നമുക്ക് സമയം കിട്ടിയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചോദ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ റേസ് ദം ഹിയർ. എനിക്ക് അറിയാമെങ്കിൽ മറുപടി പറയാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്. ചോദ്യം ചോദിക്കാനുള്ളവര് നിങ്ങളുടെ ഇപ്പൊ ചോദിക്കാനുള്ള സമയമാണ്. ഹാൻഡ്സ് അപ്പ് ചെയ്താൽ മതി. ചോദിച്ചോ. സ്തോത്രം. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇന്നത്തെ ക്ലാസ്സിനോട് ബന്ധപ്പെട്ടുള്ളതല്ല, പക്ഷെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിനോട് ബന്ധപ്പെട്ട് ഈ ട്രാൻസ്ലേഷൻ രംഗത്ത് എബ്രായ ഭാഷയിൽ ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷം എബ്രായ ഭാഷയിലാണോ എഴുതപ്പെട്ടത്? അതിൽ 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ മൂലകൃതിയിൽ ഇല്ല എന്നും അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ് എന്നുമുള്ള ഒരു വാദം, ഒരു പഠിപ്പിക്കലുണ്ട്. അതിനെക്കുറിച്ചൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഓക്കെ, ഇപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളത് എനിക്കറിയത്തില്ല. 28-ാം അധ്യായത്തിലെ ആ അവസാന ഭാഗം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളത് എനിക്കറിയത്തില്ല. കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന കാര്യം കൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് പറയാം. വേറൊരാൾ അങ്ങനെ പറഞ്ഞത് അതിലെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളത് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? എനിക്കൊരു മാർഗമില്ല. രണ്ടാമത്തെ കാര്യം, മത്തായി എഴുതിയ എബ്രായ സുവിശേഷം എന്ന് പറഞ്ഞ് ഞാൻ 3 ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. അതിലൊരു ആർട്ടിക്കിൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തു, രണ്ടാമത്തെ ആർട്ടിക്കിൾ ഇന്ന് പബ്ലിഷ് ചെയ്യാൻ അയച്ചു കൊടുത്തു, മൂന്നാമത്തെ ആർട്ടിക്കിൾ അടുത്ത മാസം 15-ാം തീയതി പബ്ലിഷ് ചെയ്യും. മത്തായി എഴുതിയ എബ്രായ സുവിശേഷം. മത്തായി എഴുതിയ എബ്രായ സുവിശേഷം എന്നുള്ളത് ഞാൻ എഴുതിയ 3 ആർട്ടിക്കിൾസ് ആണ്. അത് വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബോബൻ ബ്രദറിനെ കോണ്ടാക്ട് ചെയ്താൽ അദ്ദേഹം അത് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് അയച്ചു തരും. അത് വായിച്ചു കഴിയുമ്പോൾ വസ്തുനിഷ്ഠമായി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ മത്തായി എബ്രായ ഭാഷയിലാണ് തൻ്റെ സുവിശേഷം എഴുതിയെന്നുള്ളത് ദേവദാസന് മനസ്സിലാകും. ഓക്കെ, any other question? അൺമ്യൂട്ട് ചെയ്യാറ് കേൾക്കത്തില്ല. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞാട്ടെ. ഞാൻ പാസ്റ്റർ നൈനാന്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ സാധാരണ 45-ാം സങ്കീർത്തനം വർഷങ്ങളായിട്ട് നമ്മുടെ ദേവദാസന്മാര് നമ്മുടെ വിവാഹ വേദികളിലും പൊതുശുശ്രൂഷകളിലും വായിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതി അനുസരിച്ച് നമ്മളത് വായിക്കുന്നതിൽ തെറ്റുണ്ടോ? സാറിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ. വെൽ, നമ്മൾക്ക് അതുകൊണ്ട് വായിച്ചത് കൊണ്ട് ഇന്ന് വരെ ആർക്കും ഒരു ദോഷവും ഉണ്ടായിട്ടില്ല. എന്താ ദോഷം ഉണ്ടായിട്ടെന്ന് അറിയാമോ? ആരും ശ്രദ്ധിക്കുന്നില്ല, അതുപോലെ ചെയ്യാനും പോകുന്നില്ല. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അതുപോലെ ചെയ്യുമ്പോഴല്ല ദോഷമുള്ളൂ. ചെയ്യാത്രത്തോളം കാലം ദോഷമില്ലല്ലോ. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സൗജന്യത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചെന്ന് പറഞ്ഞ് ഏതെങ്കിലും പെണ്ണ് പിന്നെ അവളുടെ അപ്പനെ വിളിക്കാതിരുന്നിട്ടുണ്ടോ? അവിടെ സഹോദരങ്ങൾക്ക് പൈസ അയച്ചു കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അവിടെ വീട്ടുകാരെയൊക്കെ പോയി കാണാതിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ഈ പറഞ്ഞ നമ്മൾ ആരും അനുസരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരു ദോഷവും ഇല്ല. അനുസരിക്കേണ്ട കാര്യമാണോ വായിച്ചു കേൾപ്പിക്കുന്നത് എങ്കിൽ യഹോവ വീട് പണിയുന്നതിൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു എന്നുള്ള വാക്യം വായിച്ചു കേൾപ്പിക്കുന്നത്. അനുസരിക്കണ്ട എന്നുള്ളത്തോളം കാലം ഇത് വായിക്കുന്നത് ഒരു കുഴപ്പമില്ല. തുടർന്നും വായിച്ചോട്ടെ. താങ്ക് യു.
വെൽക്കം. എനിക്കൊരു സംശയം ചോദിക്കാമോ? ചോദിക്കാമല്ലോ. ഒന്നാമത്തെ ക്ലാസ്സില് പാസ്റ്റർ പറഞ്ഞതായ ഒരു കാര്യത്തിന്റെ ബേസിലാണ് വിശുദ്ധൻ എന്ന പദം പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ സമയത്തും മോശയുടെ സമയത്തും കർത്താവിന്റെ സമയത്തും ഇനി വരുവാനിരിക്കുന്ന സഹസ്രാബ്ദ വാഴ്ചയിലും വ്യത്യസ്തമായ തലത്തിലാണ് മീനിങ്ങിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞു. ആ മീനിങ് ഒന്ന് വ്യക്തമാക്കി തരാമോ? അയ്യോ, നല്ല കാര്യം. നമുക്കൊരു ബൈബിൾ സ്റ്റഡി വെക്കാം. അതിനു വേണ്ടി കുട്ടീസിനോട് പറ, ആ പ്രത്യേക വിഷയത്തിന് വേണ്ടി ഒരു ബൈബിൾ സ്റ്റഡി വെക്കാൻ പറ. വരാം, അത് മുഴുവൻ എടുത്തോണ്ട് തരാം. ഇപ്പൊ എനിക്ക് ഒറ്റ വാക്ക് മറുപടി പറയാൻ പറ്റുന്ന ചോദ്യമാണോ അത്? ഇത്രയും ഭയങ്കര ചോദ്യം ചോദിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചാണോ? അത് ഞാൻ അതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വലിയ ആർട്ടിക്കിൾ തന്നെ ഒരിക്കൽ എഴുതേണ്ടി വന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ആർട്ടിക്കിൾ തന്നെ എഴുതേണ്ടി വന്നു. ഈ പോസ്റ്റ് ട്രിബുലേഷനിസം എന്ന ആ ആർഗ്യുമെന്റിനെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി ആണത് എഴുതിയത്. അത് നമുക്കിപ്പം ഒരു 10 മിനിറ്റ് തീരുമാനത്തിലേക്ക് ചേർക്കാൻ 10 മിനിറ്റിലും തീരത്തില്ല. തീർച്ചയായിട്ടും അതിനുവേണ്ടി ഒരു ക്ലാസ് ഒക്കെ നമുക്ക് വരാം. സദീഖ് എന്ന വേർഡ് എടുത്തിട്ട് അതിന്റെ ഓരോ ടൈമിൽ അതിന്റെ മീനിങ് എങ്ങനെ മാറുന്നത് പറഞ്ഞുതരാം. ആ സ്റ്റഡിക്ക് സെമാൻറ്റിക്സ് എന്ന് പറയും, സെമാൻറ്റിക് സ്റ്റഡി ഓഫ് ദ ബൈബിൾ എന്ന് പറയും. അപ്പൊ നമുക്ക് പറഞ്ഞുതരാം തീർച്ചയായിട്ടും. യെസ്, ഐ എം സോറി, എനിക്ക് അതിനപ്പുറം അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കിയാൽ ഈ പോസ്റ്റ് ട്രിബുലേഷൻ സംശയം ചോദിക്കും. നമുക്കിപ്പോ ആരുടെയും കാര്യം വാദിച്ചും തർക്കിച്ചോ അല്ലെങ്കിൽ സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സംശയം ചോദിക്കുന്ന ചോദ്യം ജെന്യുവിനാണ്, അഡ്രസ് ചെയ്യാം. അപ്പൊ അതിനൊരു വേദി ഉണ്ടാക്കിയിട്ട്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ നമുക്ക് ചെയ്യാം തീർച്ചയായിട്ടും. യെസ്, ഇവിടെ നമുക്ക് ചോദ്യോത്തര പങ്ക്തിയിൽ പെട്ടെന്ന് മറുപടി പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടി ഒരു സെഷൻ തരണമെന്ന് നിങ്ങൾ ഗുഡ് ന്യൂസിനോട് ആവശ്യപ്പെട്ടത്. ഗുഡ് ന്യൂസിന് അത് താല്പര്യമാണെന്നുണ്ടെങ്കിൽ അവർ അത്തരം ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പറഞ്ഞുതരും. മുമ്പേ നമ്മൾ ദൈവശക്തി എന്നുള്ള കാര്യം പറഞ്ഞത്, ദൈവത്തിനെല്ലാം കഴിയുമെന്നുള്ള ചോദ്യത്തിന്റെ അതും അതിന്റെ ഒരു മൂലയ്ക്ക് മാത്രമല്ല ഞാൻ തൊട്ടുള്ളൂ, ബാക്കി കിടക്കില്ലേ പറയാനായിട്ട്. അതിനൊക്കെ നമുക്കൊരു സെഷൻ ഉണ്ടാക്കാം തീർച്ചയായിട്ടും. യെസ്, എനി മോർ ക്വസ്റ്റ്യൻ? ഇവിടെ ചോദിക്കാത്ത ചോദ്യങ്ങൾക്കൊന്നും അടുത്ത ആഴ്ച നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ മറുപടി പറയത്തില്ല. കാരണം നമ്മുടെ ക്ലാസ് മുഴുവൻ ലാഗായി. ഈ ആഴ്ചത്തെ ക്ലാസ് മുഴുവൻ ലാഗാകാൻ കാരണം കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ചോദ്യം ചോദിക്കാനുണ്ട്, അത് പിന്നെ ചോദിച്ചതുകൊണ്ടാണ്. ഇഫ് നോട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ലീഡ് ചെയ്യുന്ന ദേവദാസൻ കൺക്ലൂഡ് ചെയ്തിട്ട് എന്ന് തോന്നുന്നു. ഐ തിങ്ക് വി ക്യാൻ കൺക്ലൂഡ്. വേറെ ആർക്കും ക്വസ്റ്റ്യൻ ഒന്നുമില്ലെന്ന് തോന്നുന്നു. ദൈവത്തിന് മഹത്വം. നമുക്ക് പരിമിതമായ സമയമാണ് ഉണ്ടായിരുന്നത് എങ്കിലും വളരെ പ്രയോജനമുള്ള കാര്യങ്ങൾ കർത്താവിൻദാസും ബാബുജൻ പാസ്റ്ററോട് നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ വചനം അത് എഴുതപ്പെട്ട മൂലഭാഷ പഠിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. പക്ഷെ എത്രത്തോളം അത് പ്രായോഗികമാണ് എന്നുള്ളത് നമ്മൾ ചിന്തനീയമാണ്. എങ്കിലും ഒരു കാര്യം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, പലതും നമ്മൾ അറിഞ്ഞു വെച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ഈ സന്ദേശങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പല കാര്യങ്ങളും സങ്കീർത്തനം വായന, ഇപ്പൊ 45-ാം സങ്കീർത്തനത്തെ കുറിച്ചും പറഞ്ഞു. അത് സാധാരണ
വിവാഹത്തിനൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളോ വായിക്കുന്ന സങ്കീർത്തന ഭാഗങ്ങളോ ഇപ്പോൾ ബാബു ജോൺ പാസ്റ്റർ പറഞ്ഞതുപോലെ വേണ്ടത്ര അതൊരു ശ്രദ്ധിക്കാതെ അതിന്റെ ഒരു ചടങ്ങായിട്ട് അത് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഗൗരവമായിട്ട് ആരും കാണുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പഠന വിഷയമാകുമ്പോഴാണ് കാര്യമായി നമ്മൾ ഇനിയും ശരിക്കും ദൈവത്തിന്റെ വചന വ്യാഖ്യാനങ്ങളിലേക്ക് എത്രയധികം നമ്മൾ ശ്രദ്ധയോടെ നീങ്ങേണ്ടതാണ് എന്ന് നമുക്ക് ബോധ്യമാകും. വരും ദിവസങ്ങളിലെ ക്ലാസ്സുകളും തീർച്ചയായും നമുക്ക് ദൈവവചന പഠനത്തിനും നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്കത് അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഏത് അർത്ഥത്തിൽ, ദൈവം ഏത് ലക്ഷ്യത്തോടെ, നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്ന് ദൈവം തൻ്റെ ഹൃദയത്തിൽ ആ കാര്യം പറഞ്ഞത്, ഒരു കാര്യം പറയുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ എന്തായിരുന്നു അതിനെ സംബന്ധിച്ചുള്ള ആശയം, നമ്മൾ എന്ത് ഗ്രഹിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അത് നാം മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം നൽകിക്കുന്ന കാര്യം. അതിലെ ഒരു ഘടകമാണ് അതെഴുതപ്പെട്ട ഭാഷ, അന്നുണ്ടായിരുന്ന ചരിത്രം, അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ് തുടങ്ങി പല ഘടകങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കാനുള്ളതാണ്. ഭാഷ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പരിമിതമായ സമയങ്ങളോ സാഹചര്യങ്ങളോ കൂടുതൽ ദൈവവചനം പഠിക്കാനും ആധികാരികമായി അത് ഗ്രഹിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും ദൈവം വരുന്ന നാളുകൾ നമ്മൾ ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ ദാസനെയും ദൈവവിശേഷാൽ തുടർന്നും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ വീണ്ടും വരുന്ന ക്ലാസ്സുകൾ ഏറ്റവും അനുഗ്രഹമായി നടത്തപ്പെടുവാൻ ദൈവത്തിന്റെ കൃപ ദൈവം നൽകുകയും കർത്താവിന്റെ ദാസനെ ദൈവം ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. ജോൺസൺ പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഈ ശനിയാഴ്ച രാത്രി സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഭൂലോകത്തിന്റെ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ നിന്റെ വചനം ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നേടിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിന്റെ വചനം ഞങ്ങളുടെ കാലിന് ദീപമാണ്, ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ വചനം കർത്താവ് ഞങ്ങൾ പഠിക്കുന്നത് ഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ജീവിത അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവെ, വചനം സംസാരിക്കുവാൻ നിന്റെ വലിയൊരു ദാസനെ കർത്താവെ നീ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. പാസ്റ്റർ ബാബു ജോൺ അവർക്കായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് രോഗത്താൽ ഭാരപ്പെട്ടു. കർത്താവെ, കൊടുത്തിരിക്കുന്ന ആരോഗ്യത്തിനായി ബലത്തിനായി സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ. വരുന്ന ദിവസങ്ങളിൽ പരിപൂർണ വിടുതൽ ലഭിച്ച് ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവ് നിന്നെ ശുശ്രൂഷിപ്പാൻ വചനം മറ്റുള്ളവർക്ക് പകർന്നു നൽകി കൊടുക്കുവാനുള്ള കൃപ, ബലം, ശക്തി, അഭിഷേകം നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തിനായി, കുഞ്ഞുങ്ങൾക്കായി, ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗത്തിലെ ദൈവം ഇനി ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടുത്ത ശനിയാഴ്ച ഞങ്ങൾ കൂടുന്നിടം നിന്റെ കൃപ, നിന്റെ സാന്നിധ്യത്തിന്റെ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓൺലൈനിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി, എല്ലാ ദൈവജനത്തിനായി, സൗരിസന്മാർ, കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവർ കേട്ട വചനം അവർ ഹൃദയത്തിൽ കൂടുതലായി ഗ്രഹിക്കുവാൻ, കർത്താവ് നല്ല നിലത്ത് വീണ വിത്ത് പോലെ അത് 30-60 മേനി ഫലം കായ്പാൻ സ്വർഗത്തിലെ ദൈവമെന്ന് ഇടിയാക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിന്റെ മുഖാന്തരമായ ഗുഡ് ന്യൂസിന്റെ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഗുഡ് ന്യൂസ് ഖത്തർ ചാപ്റ്ററിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിനെ ഹല്ലേലൂയ ശുശ്രൂഷിപ്പാൻ കർത്താവ് നയിക്കുന്ന ഹല്ലേലൂയ ദൈവമക്കൾക്കായി, ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ധാരാളമായി നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. സി മാത്യു സാറിനായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോട് ബലത്തോട് കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കൊടുത്തിരിക്കുന്ന നല്ല ദർശനത്തിനായി സ്തോത്രം. കർത്താവെ, ഖത്തർ ചാപ്റ്ററിൽ എല്ലാ ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
അല്ല ഇത് കർത്താവ് അനേകർക്ക് അനുഗ്രഹമായിരിക്കാൻ, അനേകർക്ക് ആശ്വാസമായിരിക്കാൻ, അനേകരുടെ ജീവിതത്തിൽ കർത്താവ് സുവിശേഷ വേലയ്ക്ക് ഒരു സമർപ്പണത്തിന് കാരണമായി തീരുവാൻ, സത്യം വചനത്തിന്റെ സത്യങ്ങളോട് മനസ്സിലാക്കുവാനുള്ള കൃപ ഓരോരുത്തർക്കും നൽകി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി കാലവന് സംസാരിപ്പാൻ ദാസനെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കേൾക്കുവാൻ എത്രത്തോളം നിന്റെ സന്നിധിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവദാസന്മാരെ നീ അനുഗ്രഹിക്കണം, അഭിഷേകത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ധാരാളമായി കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ, അഭിഷേകത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടുത്ത ഒരാഴ്ച കാലം ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണം. വീണ്ടും കാണുന്നത് ചെറിയ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബൈബിൾ ക്ലാസ്, ഈ കർത്താവ് സ്റ്റഡിയെ കർത്താവ് ധാരാളമായി നീ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അടുത്ത ആഴ്ചക്കാലം കൂടുന്ന പുതിയ ജീവിതങ്ങൾ, പുതിയ ദൈവദാസന്മാർ, പുതിയ ദൈവമക്കൾ കടന്നു വരുവാൻ, കർത്താവ് ഈ വചനം കൂടുതലായി കേൾക്കുവാൻ, ഗ്രഹിക്കുവാൻ, അതിന്റെ പുനർ തിരിച്ചത് പഠിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആശീർവാദം പറയുന്നതായിരിക്കും. സി.വി. മാത്യു സാർ. സി.വി. മാത്യു സാറ് കേൾക്കാം? ഓക്കെ. കർത്താവ് നമ്മെ സഹായിച്ചോർത്ത് സ്തോത്രം ചെയ്യാം. ത്രിയേക ദൈവത്തിന്റെ കരുണയും കാവലും സംരക്ഷണവും നാം ഓർത്ത വിഷയങ്ങളോടും നാം നടത്തിയ ക്ലാസ്സിനോടും അങ്ങയുടെ വചനം സംസാരിക്കേണ്ട ദാസനോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഓക്കെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദാസന്മാരെയും ബാബുജൻ പാസ്റ്ററോടും നന്ദി അറിയിക്കുന്നു. സാറിനോടുള്ള നന്ദി പ്രത്യേകിച്ച് അറിയിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ബാബുജൻ പാസ്റ്റർ എങ്ങനെയോ? ബാബുജൻ പാസ്റ്റർ ബാബുജൻ പാസ്റ്റർ പോയെന്ന് തോന്നുന്നു. ഓക്കെ എന്നാൽ